ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. ദൈവത്തിന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം സ്തോത്രം. സ്തോത്രം. ഏകസത്യ ദൈവമേയുള്ള ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള, ഏകസത്യ ദൈവമേയുള്ള ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള, ഏകസത്യ ദൈവമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്, ഏകസത്യ ദൈവമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്, ഏകസത്യമാർഗമുണ്ട്, ഏകരക്ഷവേദമുണ്ട്, ഏകസത്യ ദൈവമേയുള്ള ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള. ചത്തമർത്യാത്മാക്കൾ ദൈവം എന്ന് നിരൂപിക്കണ്ടാരും, ചത്തമർത്യാത്മാക്കൾ ദൈവം എന്ന് നിരൂപിക്കണ്ടാരും, 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളു, 100 ദൈവങ്ങൾ സത്യദൈവമൊന്നേയുള്ളു, ഏകസത്യ ദൈവമേയുള്ളു ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള. ഏകസത്യ ദൈവമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്, ഏകസത്യ ദൈവമുണ്ട്, ഏകരക്ഷിതാവുമുണ്ട്, ഏകരക്ഷവേദമുണ്ട്, ഏകസത്യമാർഗമുണ്ട്, ഏകസത്യ ദൈവമേയുള്ള ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള ഭൂവാസികളെ, ഏകസത്യ ദൈവമേയുള്ള. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടയ്ക്കാം. സ്തോത്രം. പ്രാർത്ഥിച്ച് നമ്മുടെ ഈ കൺവെൻഷൻ്റെ പ്രാരംഭ നിമിഷം നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് ഒന്ന് സമർപ്പിക്കുവാൻ, എല്ലാവരും ചേർന്ന് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുവാനായിട്ട് അല്പനേരം നമ്മൾ കണ്ണുകളടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് ചില നിമിഷങ്ങൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ട് അല്പസമയം സ്തോത്രം 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 അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തി നന്ദിയോട് സ്തോത്രം ചെയ്താട്ട് സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് സ്തോത്രം പ്രാർത്ഥിച്ച് കർത്തൃദാസന്മാരെല്ലാം ഒരുമിച്ച്, നമ്മുടെ സെൻറ്ററിലുള്ള എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും, നമ്മുടെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നമ്മൾ സെൻറ്ററായിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് നമുക്ക് ഒരുമിച്ച് ഈ പ്രാരംഭ നിമിഷം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അല്പനേരം സ്തോത്രം ചെയ്താട്ടെ. നന്ദിയോട് ഞങ്ങൾ സ്തോത്രം 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 സ്തോത്രം. വലിയ ദൈവസാന്നിധ്യം പ്രാരംഭ നിമിഷം മുതൽ ഇവിടുന്ന് വെളിപ്പെടുവാനിടയായി തീർന്നു. തുടർന്നും ദൈവത്തിന് വലിയ സാന്നിധ്യം വെളിപ്പെടുവാനായിട്ട് നാവുകൾ അല്പനേരം ചലിച്ചാട്ട് നാവുകൾ തുറന്നുകൊണ്ട് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ, വരുന്ന ദിവസങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാനായിട്ട് അല്പസമയം സ്തോത്രം ചെയ്താട്ട് കർത്താവേ ഞങ്ങൾ സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ നല്ല കർത്താവേ, മനോഹരമായ നല്ല സന്ദർഭത്തിനായിട്ട് തിരുമേനിയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആമേ കർത്താവേ, ഞങ്ങൾ ചില നാളുകളായിട്ട് ഞങ്ങളുടെ ഈ സെൻറ്ററിന് കൺവെൻഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചോ, സെൻറ്ററായി ഞങ്ങൾ പ്രാർത്ഥിച്ചു, സഭകളായി പ്രാർത്ഥിക്കുവാൻ ഇടയായി തീർന്നല്ലോ. ഞങ്ങളുടെ വലിയ സാന്നിധ്യം ഈ പ്രാരംഭ നിമിഷം മുതൽ അവിടുന്ന് വെളിപ്പെട്ടതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഇന്ന് മുതൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ കൺവെൻഷൻ്റെ ആരംഭ നിമിഷം മുതൽ ഇത് അവസാനിക്കുന്നിടം വരെ സൺഡേ ഞായറാഴ്ച വരെ അങ്ങയുടെ വലിയ സാന്നിധ്യം അനുഭവിപ്പാൻ, ദേശത്തിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ഞങ്ങളുടെ സെൻറ്റർ ഉണരുവാൻ, ഞങ്ങളുടെ ലോക്കൽ ചർച്ചകൾ ഉണരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്തിൽ വ്യാപരിക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും ഞങ്ങൾ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവിടുന്ന് ശാസിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ.
ചൂടബലബലബ ശംതരബ ഉടബലബലബ. നമ്മുടെ കരമടിച്ച് സ്വോത്രം ചെയ്താട്ട് ചൂടബൽ കബറബലബലബലബ ഉടബലബലബ ശംതരബ ഉടബൽ കബറബലബ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ജയമെടുക്കുന്നു കർത്താവേ. ഇവിടെ വരുന്ന പ്രിയപ്പെട്ടവർക്ക് വലിയ വിടുതലായി തീരുവാൻ, രോഗികൾ സൗഖ്യമായി വെളിപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, ഭാരത്തോടും പ്രയാസത്തോടും വന്നിരിക്കുന്നവർ, നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് ഒരു വലിയ വിടുതലായി തീരുവാൻ സ്വർഗം അവിടെ ഇടയാക്കണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്വർഗം അങ്ങനെ ചെയ്യുന്നതിനായി നന്ദിയോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ യോഗത്തിൻ്റെ ആരംഭ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിച്ച് അവിടുന്ന് സമർപ്പിക്കുന്നു കർത്താവേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വത്തിനായി സ്തോത്രം ചെയ്തു കരങ്ങൾ ഏൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. നമ്മുടെ കരമുയർത്ത് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട് ദൈവസേനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനമറിയിക്കുന്നു. സ്തോത്രവേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, ഞങ്ങളുടെ ഈ സെൻറ്ററിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കർത്തൃദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാരംഭത്തിൽ കർത്താവിൻ്റെ ദാസനെ അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട കർത്താവിൻ്റെ ദാസൻ ഓർപ്പിച്ച പോലെ തന്നെ ചില നാളുകളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് സെൻറ്ററായിട്ട് ഒരു സെൻട്രൽ കൺവെൻഷൻ വയ്ക്കണമെന്ന് ചില നാളുകളായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു. ഞങ്ങളുടെ സെൻറ്ററിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെയാണ് ഞങ്ങൾക്ക് ഈ സെൻറ്ററിൽ തന്നിരിക്കുന്നത്. വളരെ ഉത്സാഹികളും വളരെ തീക്ഷ്ണതയോടുകൂടി കർത്താവ് ശക്തമായിട്ട് ഈ കാലഘട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്നോട് ചേർന്ന് പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്തോത്രം ചെയ്യുന്നു. സ്ഥലം മാറി കടന്നു വന്ന എൻ്റെ സ്നേഹിതന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷാജി പാസ്റ്റ്, അതുപോലെ തന്നെ ഉദിമൂട് കടന്നു വന്നിരിക്കുന്ന സ്ഥലം മാറ്റത്തോടുള്ള ബന്ധത്തിൽ കടന്നു വന്ന കർത്താവിൻ്റെ ദാസൻ ചില നാളുകൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു സെൻറ്ററിൽ പ്രവർത്തിക്കുവാനും ഈ പ്രാവശ്യത്തെ സ്ഥലമാറ്റത്തോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ദാസ് ഈ സെൻറ്ററിൽ കടന്നു വരുവാൻ അവിടെ ഇടയായി. കർത്താവിൻ്റെ ദാസിനോടൊപ്പം ആയിരിക്കാൻ കർത്താവ് സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ ഇടമുറിയിലെ കർത്താവിൻ്റെ ദാസൻ എൻ്റെ സ്നേഹിതനാണ്. കർത്താവിനാൽ ഈ വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രിയപ്പെട്ടവരെയും ഈ സെൻറ്ററിൽ കൊണ്ടുവന്നത് വളരെ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ദിവസങ്ങളിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ സെൻറ്ററിൻ്റെ സെക്രട്ടറി ബാബുച്ചാനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ ഉത്സാഹത്തോടു കൂടി ഈ ദിവസങ്ങളിൽ വളരെ കൈത്താങ്കൽ തരികയും ഞങ്ങളുടെ സെൻറ്ററിന് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ലൊരു സെൻറ്റർ സെക്രട്ടറിയെ അവിടുന്ന് തന്നതിനെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, അവിടുന്ന് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദാസനെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ചുറ്റുപാടുന്ന് കടന്നു വന്ന എല്ലാ കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് മുണ്ടുകൂട്ടയ്ക്കിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യ കർത്തൃദാസനായതുപോലെ തൊട്ടടുത്തുള്ള കർത്താവിൻ്റെ ദാസൻ അസംബ്ലി സോഡിലെ കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുമിച്ച് പരിചയപ്പെടുവാൻ കർത്താവ് സഹായിച്ച് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാരംഭ നിമിഷത്തിൽ ഇത്രത്തോളം പേര് ഇവിടെ കടന്നു വരുവാനും ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവമൊരുക്കിയ അവസരത്തെ ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. വളരെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഒരുമിച്ചായിരിക്കുമ്പോൾ ഇന്ന് സ്തോത്രം ഈ കൺവെൻഷൻ്റെ പ്രാരംഭ നിമിഷം മുതൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചല്ലോ. സ്തോത്രം കൊയർ, മനോഹരമായ കൊയർ, അതിനെക്കുറിച്ചൊക്കെ വരുന്ന ദിവസങ്ങളിൽ ഞങ്ങൾ പറയുന്നതായിരിക്കും. അതിന് നേതൃത്വം കൊടുക്കുന്ന സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ റജിപ്പാസ്, എല്ലാവരും ഓർത്ത് വരുന്ന ദിവസങ്ങളിൽ അവരെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും. ദൈവം അവരെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സെൻറ്ററിൻ്റെ കൊയർ വളരെ മനോഹരമായി, വളരെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ കൊയറിൽ കൂടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടുന്ന് ചെയ്യുവാനിടയായി തീർന്നു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധി പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടന്നു വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രി ഞാൻ ദൈവവചനം സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത് സ്തോത്രം ചെയ്യുന്നു രക്ഷയുടെ 3 പടികളെക്കുറിച്ച് പറഞ്ഞ് ചുരുക്കമായി പറഞ്ഞിട്ട് ദിവസം ഇരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഇവിടെ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യവും അതുപോലെ തന്നെ സ്തോത്രം ചെയ്യുന്ന അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് ഞാൻ കുറുവാക്യമായിട്ട് വായിക്കുവാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധി ഇല്ല. സ്തോത്രം. റോമാലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അപ്പോൾ രക്ഷയുടെ 3 പടികളെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ ദൈവവചനത്തിൽ കൂടി പറയുവാൻ താല്പര്യപ്പെടുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ഈടുറ്റ ലേഖനമാണ് റോമർക്കെഴുതിയ ലേഖനം എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം.
റോമാലേഖനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വിശ്വാസത്തിൻ്റെ നീതീകരണം എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. അപ്പോസ്തലനായ പൗലോസ് മനോഹരമായിട്ടുള്ള ഒരു ലേഖനമാണ് ഈ റോമാലേഖനം എന്നുള്ള കാര്യം വേദപഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ടറിയാം. പൗലോസിൻ്റെ പാരമ്പര്യങ്ങളെക്കുറിച്ച് ഇവിടെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. പൗലോസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോൾ അതായത് യേശുവിൻ്റെ സ്നേഹം അറിയുന്നതിന് മുമ്പായിട്ട് തന്നെക്കുറിച്ച് വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: പാരമ്പര്യത്തെക്കുറിച്ച് 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവനെന്നും ബെന്യാമിൻ ഗോത്രക്കാരനെന്നും ന്യായപ്രമാണം സംബന്ധിച്ച് പരീശനും ഗമാലിയൻ്റെ പാദപീഠത്തിൽ പഠിച്ചവനും വിദ്യാഭ്യാസപരമായിട്ട് നല്ല ഡിഗ്രിയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഒരു പുസ്തകത്തിൽ ഞാനിങ്ങനെ വായിക്കുവാനിടയായി തീർന്നു. വിദ്യാഭ്യാസപരമായിട്ട് ഏകദേശം നല്ല ഡിഗ്രിയുള്ള മനുഷ്യനും സ്വത്തുപരമായിട്ട് 200 കോടി രൂപയുടെ സ്വത്തുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ഞാനൊരു പുസ്തകത്തിനകത്ത് വായിക്കുവാനിടയായി തീർന്നു. അങ്ങനെ ഈ ശൗൽ എന്തായി മാറുന്നു? വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ശൗലിനെ ദൈവം പൗലോസാക്കി മാറ്റി. ശൗൽ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് ഏവർക്കും അറിയാം. ശൗൽ എന്ന വാക്കിൻ്റെ അർത്ഥം സ്വയമെന്നുണ്ട്, അഹന്ത എന്നൊക്കെ ആ വാക്കിനർത്ഥമുണ്ട്. പൗലോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ചെറിയവനെന്നാണ്. അപ്പം അഹങ്കാരിയായിരുന്ന ശൗലിനെ ദൈവം എന്താക്കി മാറ്റുന്നു? ചെറിയവനാക്കി മാറ്റുന്നു. അങ്ങനെ പൗലോസിൻ്റെ മുഖപര പറഞ്ഞ ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. പൗലോസിൻ്റെ ലേഖനങ്ങളെല്ലാം വളരെ ഈടുറ്റ ലേഖനങ്ങളാണ്, വളരെ മനോഹരമായിട്ടുള്ള, വളരെ അർത്ഥവത്തായിട്ടുള്ള ലേഖനങ്ങളാണ്. ജീവിതത്തിൽ പ്രായോഗികമായി വരുത്തേണ്ട ധാരാളം കാര്യങ്ങൾ പൗലോസിൻ്റെ ലേഖനങ്ങളിൽ കൂടി നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഇവിടെ നമുക്ക് നോക്കിക്കേ, ഇവിടെ റോമാലേഖനം 8-ാം അധ്യായം 1-ാമത്തെ വാക്യവും അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ് ഞാൻ കുറിവാക്യമായിട്ട് വായിക്കുവാനിടയായിത്തീരുന്നത്. ഒന്നാമതായിട്ട് ഒരുവൻ രക്ഷിക്കപ്പെട്ടാൽ അവൻ എങ്ങനെയായി മാറുന്നു, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഒരുവന് രക്ഷ. ഇതൊരു കൺവെൻഷൻ ആയതുകൊണ്ടാണ് ഈ നിലയിലേക്ക് ഞാൻ പ്രസംഗിക്കുന്നത്. ക്രിസ്തുവിൽ കൂടി മാത്രമാണ് ഒരുവന് രക്ഷയെന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. സ്തോത്രം ചെയ്യുന്നു. നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുവാനായിട്ട്, രക്ഷ കിട്ടുവാനായിട്ട് നമ്മൾ ഇന്ന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ചലിപ്പിക്കുന്നതും അവൻ്റെ ഉപബോധ മനസ്സിനെ വ്രണപ്പെടുത്തുന്നതും മോശപൂരിയിലേക്ക് പ്രയാണത്തിന് മാർഗതടസ്സമായി നിൽക്കുന്ന ഒന്നാണ് പാപമെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. എല്ലാ മതഗ്രന്ഥങ്ങളും പാപത്തെക്കുറിച്ച് വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? പാപത്തെക്കുറിച്ച് ചിത്രീകരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി ആയിരുന്നിട്ട് എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. ആ മതഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒന്നും ഇന്ന് രാത്രി ഞാൻ വിശദീകരിക്കാൻ പോകുന്നില്ല. എന്നാൽ അതിനകത്ത് 1-2 കാര്യങ്ങൾ നമ്മുടെ അറിവിന് വേണ്ടി ഞാൻ പറയുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. മതഗ്രന്ഥങ്ങളിൽ പാപത്തെക്കുറിച്ചൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപക്ഷെ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. സംസ്കൃതമാക്കി ഇങ്ങനെയാണ്: പാപോകം, പാപകർമ്മോകം, പാപാത്മ, പാപസംഭവ, ത്രാഹിമാം എന്നൊരു പദം സംസ്കൃത വാക്കിലുണ്ട്. ആ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: ഞാൻ പാപമാകുന്നു, ഞാൻ പാപത്തിൽ ജനിച്ചവനാകുന്നു, ഞാൻ പാപത്തിൽ ഉരുവായവനാകുന്നു. അല്ലയോ ദൈവമേ, പാപമാകുന്ന ഈ പൈതൃകമാകുന്ന, അല്ലെങ്കിൽ പൈതൃകമായി ഈ അപരാധത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന മതങ്ങൾ, അല്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞാൽ സംസ്കൃത വാക്കുകളിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ ഈ പാപത്തെക്കുറിച്ച് കാണുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ച് അപ്പോൾ നോക്കിയ മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുവാനായിട്ട് ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്. ചിലർ പാപത്തിന് പരിഹാരം വരുവാനായിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ധാരാളം പേരുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പാപപരിഹാരം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. അതായത് ആന്തരികമായിട്ടുള്ള ശുദ്ധീകരണം വരാതെ ദേഹത്തെ ശുദ്ധീകരിക്കുന്നവർ ധാരാളം പേരുണ്ട്. പാപപരിഹാരത്തിനായിട്ട് നല്ല കാര്യം ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: തീർത്ഥസ്നാനാദി തപോത്ഥാന വേദാധ്യായനം ക്ഷേത്രോ ഉപവാസയാകാത്തിയ അഖില കർമ്മങ്ങളാൽ ഒന്നിനാലും എന്നെ കണ്ടുകിട്ടുകയില്ല. അത് വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: തീർത്ഥാടനം കഴിച്ചതുകൊണ്ടോ, സ്നാനം അത് ചെയ്തതുകൊണ്ടോ, തപസ്സുകൾ അനുഷ്ഠിച്ചതുകൊണ്ടോ, വേദങ്ങൾ വായിച്ചതുകൊണ്ടോ, ഇത്യാദി കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടോ മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്ത് കിട്ടുന്നില്ല? സമാധാനവും ശാന്തിയും ലഭിക്കുന്നില്ല. അപ്പം കർമ്മം ചെയ്തതുകൊണ്ട് മനുഷ്യന് ശാന്തി കിട്ടുമെന്ന് മറ്റുള്ള വ്യത്യസ്തമായിട്ടുള്ള നിലകളിൽ സംസ്കൃതങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ആ നിലവാരത്തിലൊന്നും മനുഷ്യന് എന്ത് ചെയ്യുന്നില്ല? ശാന്തിയും സമാധാനവും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പ്രാരംഭത്തിൽ ഓർപ്പിക്കുകയാണ്. അതായത് മനുഷ്യന് എന്തെല്ലാം ഉണ്ടെങ്കിലും, അതായത് സമാധാനം തരണമെങ്കിൽ ഈശ്വരന് മാത്രമേ കഴിയുള്ളൂ എന്നുള്ള കാര്യം അറിയാം. നിങ്ങൾക്കറിയാമല്ലോ, അതായത് ഇന്ന് എന്തും ലോകത്തിന് വില കൊടുത്ത് വാങ്ങിക്കുവാനായിട്ട് കിട്ടും.
എന്തും വില കൊടുത്ത് മേടിക്കുവാനായിട്ട് കിട്ടും. സ്തോത്രം ചെയ്തു. പക്ഷേ സമാധാനം ഒരിക്കലും മനുഷ്യന് വില കൊടുത്ത് മേടിക്കുവാനായിട്ട് എന്ത് ചെയ്യുകയില്ല, കിട്ടുകയില്ല. അതാണ് ഏറ്റവും പ്രാധാന്യം. പക്ഷേ ഞാൻ പറയട്ടെ, വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ അതിനുള്ള കൃത്യമായിട്ടുള്ള ആൻസർ നൽകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ഞാൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നു. മനുഷ്യന് അസമാധാനവും ധാർമ്മികമായ അധപ്പതനവും അരാജകത്വം കൊണ്ട് നിറയുമ്പോൾ തെല്ലൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, ആശ്വാസം കിട്ടാനായിട്ട് മദ്യപിക്കുന്നവർ ധാരാളം പേരുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണ വേദികളൊക്കെ ഇപ്രകാരം പറയാറുണ്ട്. അതായത് മാനിനെ പോലെ ചാടുവാൻ മനുഷ്യനറിയാം, ചന്ദ്രനിൽ പോയി വാസമുറപ്പിക്കുവാൻ മനുഷ്യനറിയാം, മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് മനുഷ്യനറിയുകയില്ല. മദ്യപാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ച് ഒരു ഡോക്ടർ ഇങ്ങനെ പറഞ്ഞത് പലപ്പോഴും ഞാൻ എൻ്റെ പ്രസംഗവേദിയിൽ പറയാറുണ്ട്. ഒരു പെക്കടിക്കുന്നവൻ കുരങ്ങനായിട്ട് മാറുന്നു, ചുറിഞ്ഞും മാന്തിയും കൊണ്ടിരിക്കും. 2 പെക്കടിക്കുന്നവന് പന്നിയായി മാറുന്നു, ആർക്കും വേണ്ടി എന്ത് ചെയ്യും? എന്നിട്ട് ആ ഡോക്ടർ പറഞ്ഞത്, പട്ടി വന്ന് വായിക്കകത്ത് മുള്ളി വെച്ചാൽ പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ, മഴ പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ എന്ന് ഒരു ഡോക്ടർ പുസ്തകത്തിൽ കുറിക്കുവാനിടയായിത്തീർന്നു. അപ്പം ഞാൻ പറഞ്ഞത്, മാനിനെ പോലെ ചാടുവാൻ മനുഷ്യനറിയാം, ചന്ദ്രനിൽ പോയി വാസമുറപ്പിക്കുവാനായിട്ട് പ്രിയരെ മനുഷ്യനറിയാം, മനുഷ്യനായിട്ട് ജീവിക്കുവാനായിട്ട് മനുഷ്യന് അറിയുകയില്ല. അപ്പം തെല്ലൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ മദ്യപിക്കുന്നത്. തെല്ലൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ ചൂത് കളിക്കുന്നത്. ഒരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നത്, മറ്റുള്ള അല്ലെങ്കിൽ സിനിമകളോ സീരിയലോ ഒക്കെ കാണുന്നത്. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പുസ്തകത്തിനകത്ത് ഇങ്ങനെ വായിക്കുവാനിടയായിത്തീർന്നു. അസമാധാനം കൊണ്ട് നിറഞ്ഞ ഒരു മനുഷ്യന് ഒരു ഡോക്ടറെ സമീപിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഡോക്ടറെ, എനിക്ക് സമാധാനം കിട്ടുന്നില്ല, എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, ഞാൻ ഒത്തിരി കർമ്മങ്ങളിലും അല്ലെങ്കിൽ എൻ്റെതായ ആചാരപ്രകാരം ഒരുപാട് കർമ്മങ്ങളും മാർഗങ്ങളും ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എനിക്കൊരു സമാധാനവും എനിക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ എനിക്കൊരു സമാധാനം തരുവാനായിട്ട് അല്ലെങ്കിൽ എനിക്കൊന്ന് സന്തോഷിക്കുവാനായിട്ട് എന്തെങ്കിലും ഒരു മെഡിസിൻ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യ്, ചാർലി ചാപ്ലിൻ്റെ ഒരു സിനിമ കാണാൻ പറഞ്ഞു. ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ കേട്ട് കാണാൻ, മറ്റുള്ളവരെ കുടുകൂടാ ചിരിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ചാർലി ചാപ്ലിൻ. അതായത് അത് തമാശയൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെയൊക്കെ വളരെ ആകർഷിക്കുന്ന ഒരു മനുഷ്യനാണ് ഈ ചാർലി ചാപ്ലിൻ എന്ന് പറയുന്ന ഈ മനുഷ്യൻ. അപ്പം താങ്കൾ ചാർലി ചാപ്ലിൻ സിനിമ കാണാൻ പറഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞതോ, സാറേ ഡോക്ടറെ, ഞാനാണ് ചാർലി ചാപ്ലിൻ എന്ന് പറഞ്ഞു. മറ്റുള്ളവരെ കുടുകൂടാൻ ചിരിപ്പിച്ചും ഈ മനുഷ്യൻ എന്തില്ല, സമാധാനവും സന്തോഷവും ലഭിച്ചില്ല എന്നുള്ളത് ഇന്ന് രാത്രി ഞാൻ നിങ്ങൾ ഓർപ്പിക്കുകയാണ്. പ്രിയരെ, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് സ്തോത്രം, മനുഷ്യന് അതായത് എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്താലും നല്ല പ്രവൃത്തികൾ ചെയ്താലും മനുഷ്യൻ്റെ ജീവിതത്തിൽ രക്ഷ കിട്ടുകയില്ല എന്നുള്ള കാര്യം നമ്മൾ ഇന്ന് രാത്രി ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് ഓർപ്പിക്കുകയാണ്. ചിലർ മലയാറ്റൂർ കയറുന്നവരുണ്ട്. അതായത് മലയാറ്റൂർ മുത്തപ്പോ പൊന്മലയിറക്കം, മുത്തപ്പോ പൊന്മല കയറ്റം, പാപഭാരത്തിൻ്റെ പ്രതീകമായി പാറക്കഷണം തലയിൽ വെച്ചുകൊണ്ട് കയറുന്നവർ ധാരാളം പേരുണ്ട്. എന്നെ വളരെ രസകരമായിട്ട് തോന്നിയ ഒരു കാര്യമുണ്ട്. എല്ലാ ഭാഗങ്ങളും ഞാനത് പ്രസംഗിക്കാറില്ല, ഇതിനകത്തായതുകൊണ്ട് ഞാൻ പറയുന്നത്, പാപഭാരത്തിൻ്റെ പ്രതീകമായിട്ട് പാറക്കഷണം അത് തലയിൽ വെച്ചുകൊണ്ട് അതായത് രക്ഷ കിട്ടുവാനായിട്ട് മനുഷ്യൻ കയറാറുണ്ട്. ചിലരെന്ത് ചെയ്യുന്നറിയാമോ, അതായത് കുറ്റിച്ചൂലും കൊണ്ട് അടിച്ച്, മുടി വളരാത്ത സ്ത്രീകൾ എന്ത് ചെയ്യും, കുറ്റിച്ചൂല് കൊണ്ട് അടിച്ച് മലയാറ്റൂർ കയറുന്നതിനെ കുറിച്ച് ഞാനൊരു പുസ്തകത്തിൽ തീർന്നില്ല. അതായത് ചിലരാണെങ്കിൽ അതായത് വലിയ പാറക്കഷ്ണം തലയിൽ വെച്ചുകൊണ്ട് മലയാറ്റൂർ കയറിയാലും അവർക്ക് എന്ത് കിട്ടുന്നില്ല, പ്രിയപ്പെട്ടവരെ, സമാധാനവും ശാന്തിയും എന്ത് ചെയ്യുന്നില്ല, അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? മനുഷ്യൻ ലോകത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ ധാരാളം പേര് ഈ ലോകത്തിലുണ്ട്. ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന അതായത് ഭാരതത്തിൻ്റെ അമ്മയെന്നറിയപ്പെടുന്ന മദർ തെരേസ ഞാൻ വളരെ ബഹുമാനിക്കുന്ന നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് മദർ തെരേസ. നിങ്ങൾക്കറിയാം, കുഷ്ഠരോഗിയുടെ ഇടയിൽ പ്രവർത്തിക്കുകയും അതായത് വളരെ നല്ല കർമ്മങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു ഭാരതത്തിൽ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരമ്മയാണ് മദർ തെരേസ എന്ന് പറഞ്ഞ വ്യക്തി. പക്ഷേ പ്രിയപ്പെട്ടവരെ, അവരെ നിത്യതയിൽ പോകുമോ എന്നൊന്നും എനിക്ക് വിധിക്കുവാൻ കഴിയുകയില്ല, അതൊക്കെ ദൈവത്തിൻ്റെ കാര്യത്തിലേക്ക്. പക്ഷേ ഒരു കാര്യം പറയാം, അവരെ നല്ല പ്രവൃത്തി ചെയ്ത ഒരു വ്യക്തിയാണ്. പക്ഷേ നിത്യതയിൽ എത്തണമെങ്കിൽ, രക്ഷ കിട്ടണമെങ്കിൽ നല്ല പ്രവൃത്തി ചെയ്താൽ ഒരിക്കലും രക്ഷ കിട്ടുകയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഫാദർ ഡങ്കനെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷേ കേട്ടിട്ടുണ്ടോ? കുഷ്ഠരോഗിയുടെ ഇടയിൽ പ്രവർത്തിക്കുകയും കുഷ്ഠരോഗം വന്നും മരിക്കും ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഫാദർ ഡങ്കൻ എന്ന് പറയുന്ന വ്യക്തി. പക്ഷേ പ്രിയപ്പെട്ടവരെ, എന്ത് നല്ല പ്രവൃത്തികൾ മനുഷ്യൻ ചെയ്താലും മനുഷ്യന് രക്ഷ കിട്ടണം എന്നില്ല. മനുഷ്യന് രക്ഷ കിട്ടണമെങ്കിൽ എന്താ ചെയ്യണം? ലോകത്തിൽ അതായത് ഒരുപാട് പേര് ഈ ലോകത്തിൽ പിറന്നു വീണിട്ടുണ്ട്, നമുക്കറിയാം. സ്തോത്രം ചെയ്യുന്നു. അതായത് ബ്രഹ്മസമാജം സ്ഥാപിച്ച രാജാറാം മോഹൻ റായ്, ആര്യസമാജം സ്ഥാപിച്ച സ്വാമി ദയാനന്ദ സരസ്വതി, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ലോകത്തിൽ പിറന്നു വീണിട്ടുണ്ട്. അവരെല്ലാം
അവരെല്ലാം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് മനുഷ്യൻ ഒരിക്കലും എവിടെ പോകണമെന്നില്ല പറഞ്ഞാട്ട് അല്ലെങ്കിൽ നിത്യരക്ഷയിലേക്ക് നിത്യമായൊരു രക്ഷ മനുഷ്യന് കിട്ടണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം ലോകത്തിൽ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട്, മഹാന്മാർ മരിച്ചിട്ടുണ്ടല്ലേ. പക്ഷേ ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് അവരുടെ ആരുടെയും കല്ലറ എല്ലാവരുടെയും കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് പാലസ്തീൻ ദേശത്തില് യഹൂദാകുലത്തില് സൃഷ്ടിപാലകനായ യേശു കർത്താവ് നരദേവ സ്വരൂപനായിട്ട് അവതാരം ചെയ്തു. ബലിപീഠമാകുന്ന ക്രൂശിനും ചുമന്നുകൊണ്ട് കമാലഗിരിയാകുന്ന ഗോൽഗോഥയിൽ യാത്ര ചെയ്യുകയും പവിത്ര മേനിയിൽ നിന്നും തിരിരക്തം പ്രവഹിക്കുകയും ആകാശഭൂമുത്തിയെ തൂങ്ങുകയും മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ ചലിപ്പിക്കുന്നതും അവൻ്റെ അപബോധ മനസ്സിനെ വ്രണപ്പെടുത്തുന്നതും മോശപൂരിയിലേക്ക് പ്രയാണത്തിന് മാർഗതടസ്സമായി നിൽക്കുന്ന മഹാപാപത്തിൽ നിന്നും മഹാപാപമായ അപരാധത്തിൽ നിന്നും ഈ ലോകത്തിൽ സ്തോത്രം ചെയ്യുന്നു സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സകലതിനെയും സൃഷ്ടിച്ച വെളിച്ചങ്ങളെ സൃഷ്ടിച്ച ആ ദൈവം അതേ രൂപത്തിലേക്ക് ഈ ലോകത്തിൽ വരുവാൻ പറ്റുകയില്ല. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സൂര്യനെ സൃഷ്ടിച്ച ദൈവം, ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവം, സകല ചരാചരങ്ങളെ സൃഷ്ടിച്ച ദൈവം അതേ രൂപത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. കാരണം നമുക്കറിയാമല്ലോ നട്ടുച്ച സമയത്ത് ഒരു മനുഷ്യന് സൂര്യനെ ഡയറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ ആ സൂര്യൻ്റെ കിരണങ്ങൾ അടിക്കുമ്പോൾ നമുക്ക് നോക്കുവാൻ പറ്റാത്ത അത്രമാത്രം വെളിച്ചമാണ് സൂര്യൻ്റെ വെളിച്ചം. അങ്ങനെയെങ്കിൽ സൂര്യനേക്കായി വെളിച്ചമുള്ളവന് ധന്യനായ ഏകാധിപതി, അടുത്തുകൂടാത്ത ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചമായവന് അതേ രൂപത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സ്തോത്രം ദൈവപുത്രനായ, കാരണം അതേ രൂപത്തിൽ ഇറങ്ങി വരാൻ പറ്റാത്തതിൻ്റെ കാരണം വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. എന്താണെന്നറിയാമോ? അതായത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ പറയുന്നു, സാറാവുകൾ രണ്ടുകൊണ്ട് മുഖം മൂടിയെന്ന് എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധന് ഡയറക്റ്റായിട്ട് ആ യേശുവിനെ നോക്കാൻ കഴിയാതെ അവരെന്ത് ചെയ്തു? മുഖം മൂടിയെന്ന് വേദപുസ്തകത്തിൽ പറയുമ്പോൾ അതേ രൂപത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ കഴിയാത്തത് കൊണ്ട് ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമിയിലേക്ക്, ഈ താഴ്ന്ന ഭൂമിയിലേക്ക് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു, ചാരത്തും ദൂരത്തുമായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ഓഡിറ്റോറിയത്തിൽ പുതിയതായിട്ട് വന്നിരിക്കുന്നുണ്ടെങ്കിൽ രക്ഷ കിട്ടുവാനായിട്ട് നല്ല പ്രവൃത്തി ചെയ്താൽ, നല്ല കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നിന്റെ ജീവിതത്തിൽ രക്ഷ കിട്ടുകയില്ല എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് അനുശാസിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ പോലെ മരിച്ച കർത്താവിൻ്റെ ദാസൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ യേശുവിനെ പോലെ മരിച്ച, യേശുവിനെ പോലെ ജനിച്ച, യേശുവിനെ പോലെ ജീവിച്ച, യേശുവിനെ പോലെ മരിച്ച ഒരു വ്യക്തിയും ഈ ലോകത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. നോക്കിക്കേ, ഞാൻ പലപ്പോഴും ഇങ്ങനെ പ്രഭാഷണത്തിൽ കൂടി ഒരു കാര്യം കൂടെ പറയാറുണ്ട്. യേശു ഇതുവരെയും ഒരു പാട്ട് എന്ത് ചെയ്തിട്ട് ഒരു പുസ്തകം എഴുതിയിട്ടില്ല, ഒരു പുസ്തകം യേശു എഴുതിയിട്ടില്ല. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുന്ന ഒരു പുസ്തകം ഉണ്ടെങ്കിൽ വേദപുസ്തകമാണെന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. ഈ വേദപുസ്തകത്തെ ഇല്ലാതാക്കാൻ എത്രയോ നാസ്തികന്മാർ ഈ ലോകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പിറന്നു വീണിട്ടുണ്ട്. അതായത് പലരും ഇടമറുക, അതുപോലെ ഡോക്ടർ A.T. കോബൂര്, അതുപോലെ തന്നെ അതായത് വോൾട്ടയർ, അങ്ങനെ ഒത്തിരി പേര് ഈ ലോകത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ പുസ്തകത്തെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റാനായിട്ട് ഈ ലോകത്തിൽ പിറന്നു വീണിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പ്രിയപ്പെട്ടവരെ പലരുടെയും സ്തോത്രം വീടുന്ന് അതേ ബൈബിൾ സൊസൈറ്റി ആയതിൻ്റെ തീരണം യേശു ഒരു പുസ്തകം രചിച്ചിട്ടില്ല. പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വിറ്റഴിയപ്പെടുന്നത് വേദപുസ്തകമാണ് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്. ഒരു ഗുണം, യേശു ഒരു പാട്ടുകൾ പോലും എന്ത് ചെയ്തിട്ടില്ല? എഴുതിയിട്ടില്ല പ്രിയപ്പെട്ടവരെ. ഒരു പാട്ടുകൾ പോലും യേശു എഴുതിയതായിട്ട് യാതൊരു തെളിവുകളും ചരിത്രത്തിൽ കാണുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാമോ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി ആരാധിക്കുന്നത് സ്തോത്രം ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ പാട്ടാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. അതായത് ചില ദിവസങ്ങൾ, നാളുകൾക്ക് മുമ്പായിട്ട് നിങ്ങൾക്കറിയാമോ, ഏകദേശം 8000-ലധികം പാട്ടുകൾ രചിച്ച ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ഒരു സഹോദരി, പലപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് പറയാറുണ്ട്. ഫാനി ക്രോസ്ബി എന്ന് പറഞ്ഞ സഹോദരിയെക്കുറിച്ച് നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. 8000-ലധികം പാട്ടുകൾ എഴുതിയ വളരെ ക്രിസ്തീയ ഗോളത്തിൽ വളരെ അനേക പാട്ടുകൾ സംഭാവന ചെയ്ത അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടെഴുത്തുകാരിയായിരുന്നു, ക്രിസ്തീയ ഗാന രചയിതാവായിരുന്നു ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ആ
സഹോദരി. ഒരിക്കലും ആമെ പിറന്നു വീണ ആ സന്ദർഭത്തിൽ ആമെ ഒരു കണ്ണ് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ കണ്ണിന് കാഴ്ചയില്ലാതായി മാറി. ആമെ കാഴ്ചയില്ലാതെ ആയ ആ സന്ദർഭത്തിൽ ആമെ ഒരു നാട്ടുവൈദ്യൻ്റെ ആ കണ്ണിന് കാഴ്ച കിട്ടുവാനായിട്ട് ഒരു നാട്ടുവൈദ്യൻ്റെ ആമെ ചികിത്സ തേടി ആ സഹോദരി കടന്നുപോയി. നാട്ടുവൈദ്യൻ ചികിത്സിച്ചപ്പോൾ ആമെ അടുത്ത കണ്ണിൻ്റെയും കാഴ്ച എന്ത് ചെയ്തു? നഷ്ടപ്പെടുവാനിടയായിത്തീർന്നു. രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടവളായിട്ട് ആമെ യാതൊരു പ്രിയപ്പെട്ടവരെ നിരാശയും ആ പ്രിയ സഹോദരിക്കില്ലായിരുന്നു. സ്തോത്രം. രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടവളായിട്ടിരിക്കുമ്പോൾ ധാരാളം ഗാനങ്ങൾ ആ സഹോദരി രചിക്കുവാനിടയായിത്തീർന്നു. അവരുടെ പ്രശസ്തിയും കീർത്തിയും അറിഞ്ഞുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് അവരുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, അതായത് ധാരാളം പ്രശസ്തമായ ഗാനങ്ങളൊക്കെ എഴുതി പല പാട്ടുകൾക്കും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ടല്ലോ, പക്ഷേ ഇത്രയേറെ പ്രശസ്തമായ ഗാനങ്ങൾ എഴുതി ക്രിസ്തുവിനെ പുകഴ്ത്തുന്ന താങ്കൾക്ക് എന്തുകൊണ്ടാണ് രണ്ട് കണ്ണിൻ്റെ കാഴ്ച നീ സേവിക്കുന്ന യേശു അത് തന്നില്ല എന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരിയുടെ മറുപടി ഇങ്ങനെയാണ്, പ്രഭോ, അല്ലയോ ഗുരു, അല്ലയോ പ്രസിഡന്റ്, അവർ പറഞ്ഞിങ്ങനെ, സാറ് ഇങ്ങനെ പറഞ്ഞു, രണ്ട് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടതുകൊണ്ട് എനിക്ക് യാതൊരു നിരാശയുമില്ല. ഞാൻ ഇന്ന് മരിച്ചാലും സ്തോത്രം ചെയ്യുന്നു, എനിക്കൊരു പ്രത്യാശയുണ്ട്. ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളോ നാടിമോടികളോ ഈ ലോകത്തിൻ്റെതായ ഒരു മ്ലേച്ഛതകൾ എൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാതെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ആദ്യമായി ഞാൻ കാണുന്നത് എൻ്റെ യേശുവിനെ ആയിരിക്കുമെന്നുള്ള ആ പ്രത്യാശയുള്ള വാക്ക് ആ പ്രസിഡന്റിനോട് പറഞ്ഞപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? യേശു ഒരു പുസ്തകം എഴുതിയിട്ടില്ല, യേശു ഒരു ഗാനം എന്ത് ചെയ്തിട്ടില്ല, എഴുതിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യേശു ഒരു പാട്ടുകൾ രചിച്ചിട്ടില്ലെങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടി ആരാധിക്കുന്ന ഉണ്ടെങ്കിൽ ക്രൈസ്തവ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ ദൈവമക്കൾ യേശുവിനെ കുറിച്ചുള്ള ഗാനമാണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. ഞാൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നു. രക്ഷ എന്ന് പറയുന്നത് അത് യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. മനുഷ്യൻ നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഒരിക്കലും രക്ഷപ്പെടുകയില്ല. നല്ല പ്രവൃത്തി ചെയ്താൽ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം കൊർന്നല്യോസിനെ കുറിച്ച്. കൊർന്നല്യോസിന് പട്ടാളക്കാരനായിരുന്നു, നല്ല പ്രവൃത്തി ചെയ്ത ഒരു മനുഷ്യനായിരുന്നു, ദാനധർമ്മം കൊടുക്കുകയും ദൈവഭക്തനുമായൊരു മനുഷ്യനായിരുന്നു കൊർന്നല്യോസ് എന്നുള്ള കാര്യം വേദപുസ്തകം പഠിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ കൊർന്നല്യോസിന് നല്ല പ്രവൃത്തി, ഭക്തനായിരുന്നു, നല്ല പ്രവൃത്തി ഒരിക്കലും അദ്ദേഹത്തിന് എവിടെ എത്തിച്ചില്ല പറഞ്ഞാട്ട് നിത്യതയെക്കുറിച്ചുള്ള ആ കാഴ്ചയിലേക്ക് എത്തിച്ചില്ല. അതുകൊണ്ടാണ് കൊർന്നല്യോസിനോട് ദൈവം പറഞ്ഞത്, പത്രോസിനെ വിളിച്ചു വരുത്തി വചനം കേൾക്കണം. പത്രോസിനെ വിളിച്ചു വരുത്തി വചനം കേട്ടപ്പോൾ പത്രോസിനെ വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് നോക്കിക്കേ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച് യേശുവിനോട് ചേരുവാനിടയായി തീർന്നു. ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം മനസ്സിലാകുന്നുണ്ടോ? നല്ല പ്രവൃത്തി ചെയ്തത് കൊണ്ട് മനുഷ്യനൊരിക്കലും എവിടെ പോകാൻ പറ്റുകയില്ല. നിത്യതയിൽ എത്തുവാനോ രക്ഷ കിട്ടുവാനോ അസാധ്യമാണ്. സ്തോത്രം ചെയ്യുന്നു. അപ്പം ഞാൻ ദൈവവചനത്തിലേക്ക് ഒന്ന് മടങ്ങി വരുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൊണ്ട് രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നത്, യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് രക്ഷ കിട്ടുന്നത്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാതെ, ഞാൻ ശാന്തമായിട്ട് നിങ്ങളോട് സുവിശേഷമാണ് പറയുന്നത്, യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഇരിപ്പിക്കൊണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സമർപ്പണത്തോടെ പറയണം, യേശുവേ എൻ്റെ ഹൃദയത്തിൽ ഒന്ന് വരണമേ. ഒരു രൂപ പോലും നിങ്ങൾ ചെലവാക്കേണ്ട. ഒരു പാട്ടുകാരൻ പറഞ്ഞത് ഇങ്ങനെയാണ്, 2 തുട്ടേകുകൾ തെണ്ടിയാണോ മതങ്ങൾ തീർത്ത ദൈവങ്ങൾ, 1 രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ട. ദൈവത്തിന് അവല് വേണ്ട, മലര് വേണ്ട, പട്ടു വേണ്ട, തേങ്ങ വേണ്ട, പുടവ വേണ്ട, കുരവ വേണ്ട, ഒന്നും വേണ്ട. തീർത്ഥം, സ്നാനം, തപം, ജപം, നോമ്പ്, വ്രതം, പ്രദോഷം, മന്ത്രം, കർമ്മം, പൂജ, താമിശ്രം, അന്താമിശ്രം, ഹാരപർവം, കുംഭിഭാഗം, കാലസൂത്രം, അസിപത്രവനം, സുഖകരമുഖം, വജ്രകണ്ഠക, ശാൽമൈലി, വൈതരണി, പൂയോദം എന്ന് വേണ്ട ബ്രഹ്മ വൈവർത്യം, ഇതൊന്നും ദൈവത്തിന് വേണ്ട. സേവകൾ, മന്ത്രപ്പട്ടം, വേഷഭൂഷാദികൾ, കൊന്തകൾ, വെടിക്കെട്ട്, ആനയിടും, ഇതൊന്നും ദൈവത്തിന് വേണ്ട. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഹൃദയം മാത്രം മതി. ഇന്ന് രാത്രി നിന്റെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട്, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ എന്ന് പറഞ്ഞാൽ, പ്രിയരെ, സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിന്റെ ഹൃദയത്തിനകത്ത് തരുവാനായിട്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് കഴിയുമെന്നുള്ള കാര്യം ഇന്ന് രാത്രി ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. അതുകൊണ്ട് രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. രണ്ടാമതായിട്ട് സ്തോത്രം ചെയ്യുന്നു, രക്ഷ ഇന്നാകുന്നു, നാളെ നമുക്ക് ലഭിക്കുകയില്ല. രക്ഷ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണെന്ന് പറയുമ്പോൾ രണ്ടാമത് വേദപുസ്തകത്തിൽ പറയുന്നത് രക്ഷ ഇന്നാകുന്നു, നാളെ ഒരിക്കലും രക്ഷ കിട്ടുകയില്ല. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നാളെ രക്ഷ കിട്ടുകയില്ല എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്നറിയാമോ?
അതായത് ഇതാകുന്നു, വേദപുസ്തകത്തിൽ പറയുന്നു ഇന്നാകുന്നു, അങ്ങനല്ലേ, ഇന്നാകുന്നു, ഇതാകുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാ ദിവസം. രക്ഷ ഇന്നാകുന്നു. നാളെ ഒരിക്കലും രക്ഷ കിട്ടുകയില്ല. എന്തുകൊണ്ടാണ് നാളെ ഒരിക്കലും രക്ഷ കിട്ടുകയില്ല എന്ന് വേദപുസ്തകത്തിൽ പറയുന്നത്? മനുഷ്യന് മരണം എപ്പോഴാണ് കടന്നു വരുന്നതെന്ന് ഒരിക്കലും പറയുവാനായിട്ട് പറ്റുകയില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? നാളെ രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് നീ മരിച്ചാൽ, അതാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. അതുകൊണ്ട് നാളെ രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞ് ഇവിടെ നിന്നും ആരും എഴുന്നേറ്റ് പോകരുത്. ഇന്നാകുന്നു രക്ഷ. കാരണം മനുഷ്യന് മരണം എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ല. അതായത് ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥിയാണ് മരണം. എൻ്റെ പ്രഭാഷണത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മരണഭീഡികളിലൊക്കെ നമ്മൾ കേൾക്കുന്നത് അല്ലേ? സ്തോത്രം ചെയ്യുന്നു. എന്താ കേൾക്കുന്നത്? ഇതാകുന്നു മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ ധനവാൻ തൻ്റെ ധനത്തിൽ പ്രശംസിക്കുന്നതെന്ത്? ഇതാകുന്നു മനുഷ്യൻ്റെ അവസ്ഥയെങ്കിൽ ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കുന്നതെന്ത്? ജ്ഞാനിതൻ്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതെന്ത്? നമുക്ക് മരണഭീഡികൾ കേൾക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് നാളെ രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. അത് രക്ഷ ഇന്നാകുന്നു. അതുകൊണ്ട് ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥിയാണ് രക്ഷയെന്ന് പറയുന്നത്. ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാനിടയായിത്തീരുന്നു. നമുക്ക് എന്തുമാത്രം കോടികൾ ആസ്തി ഉണ്ടെങ്കിലും, സ്തോത്രം ചെയ്യുന്നു, ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളാണ് ഭൂരിപക്ഷം ആൾക്കാരും ദൈവമക്കളാണെന്ന് എനിക്കറിയാം. എത്രമാത്രം ആസ്തി ഉണ്ടെങ്കിലും, കോടിക്കണക്കിന് ആസ്തി ഉണ്ടെങ്കിലും, പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ നിത്യത നമുക്ക് ലഭിച്ചില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടതുകൊണ്ട് കാര്യമായില്ല. സ്നാനപ്പെട്ടതുകൊണ്ട് നിത്യത കിട്ടണമെന്നില്ല. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ചിലടത്ത് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരു പാട്ട്, ചില പാട്ടുകളോട് എനിക്ക് യോജിക്കുവാൻ കഴിയുകയില്ല. ഒരു പാട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ആരാധിച്ച് ആരാധിച്ച് അക്കരെ നാട്ടിൽ കടക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പാട്ട്? ആരാധിച്ച് ആരാധിച്ച് അക്കരെ നാട്ടിൽ പോകാം. ഒരിക്കലും ആരാധിച്ച് ആരാധിച്ച് അക്കരെ നാട്ടിൽ പോകാൻ പറ്റുകയില്ല. സ്തോത്രം ചെയ്യുന്നു. ജീവിച്ചെങ്കിൽ മാത്രമേ അക്കരെ നാട്ടിൽ പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പെന്തക്കോസ്തുകാർ ദൈവമക്കളോടും പറയട്ടെ, രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ സ്നാനപ്പെട്ടതുകൊണ്ടോ ഒരുപക്ഷെ നീ കൈയടിച്ചതുകൊണ്ടോ ഒന്നും നിനക്ക് എവിടെ കിട്ടുകയില്ല. രക്ഷ കിട്ടണമെന്നില്ല, അല്ലെങ്കിൽ നിത്യതയിൽ എത്തണമെന്നില്ല. സ്തോത്രം ചെയ്യുന്നു. നിത്യതയിൽ എത്തണമെങ്കിൽ ഇന്ന് രാത്രി അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനത്തോട് ചേർന്ന് പ്രിയരെ ഞാൻ പറയട്ടെ, ചട്ടപ്രകാരം ഓടിയെങ്കിൽ മാത്രമേ നമുക്ക് കിരീടം പ്രാപിക്കുവാൻ അത് പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുകയുള്ളൂ? രക്ഷ കിട്ടുകയുള്ളൂ. ഞാൻ മടങ്ങി വരുവാൻ താല്പര്യപ്പെടുന്നു. ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥിയാണ് മരണമെന്നോ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ. നമുക്കറിയാം, കോടികൾ ആസ്തിയുള്ളവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവർ പലരുമുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ഇഷ്ടംപോലെ ആസ്തി ഉണ്ടായിരുന്ന, അതായത് സിനിമാ നടന്മാരൊക്കെ നടിമാരൊക്കെ ആയുസിന്റെ മധ്യത്തിൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷെ അവരാരും എന്ത് ചെയ്തില്ല? ഒന്നും കൊണ്ടുപോയില്ല. പ്രിയപ്പെട്ടവരെ, സ്തോത്രം ചെയ്യുന്നു. അതെ, യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, നഗ്നനായി വന്നു നഗ്നനായിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞതുപോലെ രക്ഷ നാളെയാണെന്ന് പറയരുത്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുവാനിടയായിത്തീർന്നു. ആർക്കും തോൽപ്പിക്കുവാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിർമ്മിച്ച ലോകത്തിൻ്റെ പടുകൂറ്റൻ കപ്പലായിരുന്നു ടൈറ്റാനിക് കപ്പൽ എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. 46,325 ടൺ കേവ് ഭാരമുണ്ടായിരുന്നു. 2,517 യാത്രക്കാർ അതിനകത്തുണ്ടായിരുന്നു. 1912 പ്രിയപ്പെട്ടവരെ, ഒരു വലിയ മഞ്ഞുകട്ടയിൽ എന്ത് ചെയ്തു? ഇടിച്ച് ആയിരക്കണക്കിന് ആൾക്കാരെ തക്ഷണം അത് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. പക്ഷേ എങ്ങോട്ട് പോയി പ്രിയപ്പെട്ടവരെ? സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആർക്കും തോൽപ്പിക്കുവാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ യവനോദിഹാസത്തിൽ എഴുതിയിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത കപ്പൽ എന്നാണ് പറയുന്നത്. പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പക്ഷേ ഞാൻ പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു, അവരെങ്ങോട്ട് പോയി പ്രിയപ്പെട്ടവർ? ഇന്ന് നീ മരിച്ചാൽ അതാണ് സ്തോത്രം. ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? സ്തോത്രം ചെയ്യുന്നു. നിന്റെ ആത്മാവ് എവിടെ എന്നാണ് വേദപുസ്തകത്തിൽ പറയുന്നത്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചും അഭംഗുരമായിട്ടുള്ള പ്രത്യാശ നൽകുന്നത് വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു സംസ്കൃത വാക്ക് ഞാൻ ഇങ്ങനെ ഒരു പുസ്തകത്തിൽ നിന്ന് കടമെടുത്ത് പറയുകയാണ്. സംസ്കൃത വാക്കിൽ ഇങ്ങനെ പറയുന്നു, അർത്ഥം കൃകേ നിവാർത്താന്റെ ശ്മശാന പുത്ര ബാന്ധവ. ആ വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്, ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം ജീവനമായാണ്. ആ വാക്കിൻ്റെ അർത്ഥം അതെ, അർത്ഥം കൃകേ ശ്മശാനപുത്ര ബാന്ധവ എന്ന് പറഞ്ഞാൽ ക്ഷണം ചിത്തം ക്ഷണം വിത്തം ക്ഷണം. അതായത് പുത്രി പുത്രന്മാർ ധനം ശ്രേഷ്ഠത, ശ്മശാനം
അതായത് കുഴിമാടം വരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് മനുഷ്യനെ അതേ സംസാര ചക്രത്തിൽ കൂടി കടത്തിവിട്ടിട്ട് മനുഷ്യന് പുനർജന്മം ഉണ്ടാകുമെന്ന് അവിടെ പഠിപ്പിക്കുന്നു. ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അസുര ലോകങ്ങളെ പ്രാപിക്കുന്നു എന്നാണ് ആ ഭാഗത്ത് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടിയിട്ട് ആത്മമോക്ഷത്തിന് വേണ്ടി ശ്രമിക്കാത്ത ജനങ്ങൾ മരണശേഷം അജ്ഞാനമാകുന്ന കൂരിട്ട് സമ്പാദിക്കുന്നു എന്ന് പല സംസ്കൃത വാക്കിൽ പറയുമ്പോൾ ഇന്ന് രാത്രി പറയട്ടെ, മരണാനന്തര ജീവിതം നാളെ രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞ് ആരും എഴുന്നേറ്റ് പോകരുത്. മരണം എപ്പോഴാണ് മനുഷ്യന് കടന്നു വരുന്നതെന്ന് നമുക്ക് അത് അറിയാൻ പറ്റുകയില്ല. ഞാൻ ഒരു ഭാഗം കൂടെ പറയാം. അതായത് മനുഷ്യൻ്റെ മരണത്തെക്കുറിച്ച് മാത്രം പറഞ്ഞിരിക്കുന്ന കുമാരനാശൻ കവിയായ കുമാരനാശൻ പറഞ്ഞൊരു ഭാഗം ഇങ്ങനെയുണ്ട്. എന്താണ് പറഞ്ഞത്? ചോരക്കുടം പോലെ കൊച്ചുകുഞ്ഞ് പഴം തുടുകിയിട്ട് പുതച്ചുകൊണ്ട് അമ്മേത്യമൂത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് പാളയ്ക്കകത്ത് രംഗത്ത് വരുന്നത് പയ്യൻ. നമുക്ക് കേട്ട് കാണാൻ സാധ്യതയുണ്ട്. രണ്ടാമതിൽ പാവകിലുക്കുപെട്ടി പന്തും പമ്പരം പിടിച്ചുകൊണ്ട് കളിച്ച് ചാടി ചുളയാടി ഓടി വരുന്നു രംഗത്തൊരു കൊച്ചു പയ്യൻ. മുഖവും മിനുക്കി തലയും മിനുക്കി ബെന്യാമിൻ ബെനാസർ 703 ധരിച്ച് സിഗരറ്റ് പിടിച്ചുകൊണ്ട് നടന്നിടും സുന്ദര വിട്ടി തന്നെ. ജാക്കറ്റ് പാവാട പട്ടുസാരി കാപ്പും ധരിച്ചൊരു ഭാര്യ പിമ്പേ പെൺകോന്തനേവം പിറകെ ഈ വണ്ണം കാണാം ചതുരംഗം വിശേഷം മേവം. എന്നിട്ട് പറയുന്നു, കെട്ടിക്കണം പെണ്ണിനെ ഇങ്ങനെയായാൽ പോരാ, പിടിച്ചിട്ടൊരു ചിട്ടിപേരെ പോടി നിനക്കെന്തറിയാം പഠിക്കട്ടെ ഏവം വടക്കാണിക പൗരത്വമാങ്കം. നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയുണ്ട്. എന്നിട്ട് അടുത്ത ഭാഗം പറയുന്നു, വൈദ്യൻ കടക്കുന്നു വലുവേറിടുന്നു അടുത്ത് താൻ മക്കൾ തിരുമ്മിയിടുന്നു കസ്തൂരി നേടുന്നു നിലത്തിറക്കി ടയ്യം വിളിക്കുന്നു വീടടങ്കം. കണ്ടോ, ജനനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും മാത്രം കുമാരനാശാൻ പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് കുമാരനാശാൻ അറിയുകയില്ല, കവിക്കറിയുകയില്ല. എന്നാൽ ഞാൻ പറയട്ടെ, സ്തോത്രം ചെയ്യുന്നു, ക്രിസ്തുമാർഗം നൽകുന്ന അപങ്കുരമായിട്ടുള്ള പ്രത്യാശയാണ് മരണാനന്തര ജീവിതം എന്നുള്ള കാര്യം ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഓർപ്പിക്കട്ടെ. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ കിട്ടിയ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം പറയുകയാണ്. ഇന്ന് മരിച്ചാൽ ഇവിടെ ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വിശുദ്ധിയോടെ ജീവിക്കുന്ന പ്രിയപ്പെട്ടവർ ഇന്ന് മരിച്ചാൽ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ അതേ മരിച്ച വിശുദ്ധന്മാര്, ജീവനോടെ ശേഷിക്കുന്നവര്, മരിച്ച വിശുദ്ധന്മാര് കർത്താവിന്റെ കാഹള ശബ്ദം കേൾക്കുമ്പോൾ ആ ഉയർപ്പിൻ പ്രഭാതത്തില് ഉയർത്തെഴുന്നേറ്റ് പുതിയ ശരീരത്തോടുകൂടി വ്യത്യസ്തമായ തേജസ്സിന്റെ ശരീരത്തോടുകൂടി ഉയർത്തെഴുന്നേറ്റ് രൂപാന്തരപ്പെടുന്ന ആ ഒരു സന്ദർഭത്തെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് സ്തോത്രം പറയുക. എത്ര പേർക്ക് ദൈവത്തിന് മഹത്വം പറയാൻ പറ്റും? അതുകൊണ്ട് പ്രിയരേ, സ്തോത്രം ചെയ്യുന്നു. യേശുവിൽ കൂടി മാത്രമാണ് രക്ഷ. രണ്ടാമതായിട്ട് നാളെ രക്ഷിക്കപ്പെടാമെന്ന് പറഞ്ഞാൽ പറ്റുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ഇതാകുന്നു സുപ്രസാദകാലം, ഇന്നാകുന്നു രക്ഷാദിവസം. ഇനി മൂന്നാമതൊരു പോയിന്റ് കൂടെ വിശദീകരിക്കുമ്പോൾ എനിക്കറിയാം എൻ്റെ സമയം ആകും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞിട്ട് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണമേ, രക്ഷ സ്തോത്രം ചെയ്യുന്നു. അതെ, യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണെന്ന് പറയുമ്പോൾ രണ്ടാമത് പറയുന്നു, നാളെ രക്ഷിക്കപ്പെടാം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അസാധ്യമായ കാര്യമാണ്. കാരണം മരണം എപ്പോഴാണ് മനുഷ്യനെ പിടിപെടുന്നതെന്ന് അറിയുകയില്ല. മൂന്നാമതായിട്ട് രക്ഷ മതങ്ങളിൽ നിന്നും ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ പൗലോസ് തൻ്റെ ലേഖനമായ റോമാലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ഛേദവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. രക്ഷ മറ്റുള്ള മതങ്ങളിൽ ഒരിക്കലും രക്ഷ, അല്ലെങ്കിൽ ന്യായപ്രമാണത്തിൽ ഒരിക്കലും രക്ഷ മനുഷ്യന് ലഭിക്കുന്നില്ല എന്ന് വേദപുസ്തകത്തിൽ പറയുന്ന തെളിവായിട്ടുള്ളൊരു വാക്യമാണ് റോമാലേഖനം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. എന്താ എഴുതിയിരിക്കുന്നത്? അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ഒരു ഛേദവും അവൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ച്, ദൈവം മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം അനുസരിച്ച് മനുഷ്യന് ജീവിക്കുവാൻ കഴിയുകയില്ല എന്ന് പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത്? നമുക്കറിയാം, മോശയ്ക്ക് 10 കൽപ്പന കൊടുത്തപ്പോൾ ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാഗങ്ങൾ നന്നായിട്ട് അറിയാവുന്നതാണ്. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, നിങ്ങൾക്കറിയാം, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, അല്ലേ? 10 കൽപ്പന അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ റോമാലേഖനം
3-ാം അധ്യായം 20-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു ജഡവും അവന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ദൈവം ശ്രദ്ധിച്ച് മോശയ്ക്ക് കൊടുത്ത ന്യായപ്രമാണം മനുഷ്യന് അനുഷ്ഠിക്കുവാനായിട്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിലേക്ക് പ്രായോഗികമായിട്ട് കൊണ്ടുവരാനായിട്ട് വളരെ പ്രയാസകരമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ, സ്തോത്രം ചെയ്യുന്നു, മനുഷ്യൻ പാപം ചെയ്തു കഴിഞ്ഞാൽ സ്തോത്രം ഇന്ന യാഗങ്ങൾ ചെയ്യണം, സ്തോത്രം ചെയ്യുന്നു, ഇത്ര മൃഗങ്ങളെ അർപ്പിക്കണം. അതിനെക്കുറിച്ചൊന്നും വിശദീകരണത്തിലേക്ക് പോകുവാൻ താല്പര്യപ്പെടുന്നില്ല. അത് മനുഷ്യന് വളരെ പ്രയാസകരമായ ഒരനുഭവമായതുകൊണ്ട് പൗലോസ് പറയുന്നത് എന്താണെന്നറിയാമോ? അതുകൊണ്ട് ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ എന്ന് പറഞ്ഞാൽ, ഒന്നുകൂടി പറഞ്ഞാൽ, മതത്തിൻ്റെ പ്രമാണത്തിൽ മനുഷ്യന് ഒരിക്കലും രക്ഷ കിട്ടുകയില്ല എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. എന്താ ന്യായപ്രമാണത്തിൽ പറയുന്നത്? അരുത്. നിങ്ങൾ ശ്രദ്ധിച്ച്, അരുത്. അതായത് ഞാനല്ലാതെ അന്യദൈവങ്ങൾ ഉണ്ടാകരുത്, അരുത്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. നിങ്ങൾക്കറിയാം, സ്തോത്രം, മോഷ്ടിക്കരുത്, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. ഇങ്ങനെയുള്ള കൽപ്പനകൾ പഴയ നിയമത്തിൽ, അല്ലെങ്കിൽ ബൈബിളിലെ പഴയ നിയമത്തിൽ വ്യക്തമായിട്ട് എഴുതിയിരിക്കുമ്പോൾ മനുഷ്യന് അത് ചെയ്യുവാനായിട്ട് വളരെ പ്രയാസങ്ങൾ. അത് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അത് ചെയ്തില്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്ന മനുഷ്യന് മരണമല്ലേ? അപ്പം ന്യായപ്രമാണം എന്ത് പ്രമാണമാ? എന്നോട് സഹകരിക്കുന്നുണ്ടോ? മരണത്തിൻ്റെ പ്രമാണമാണ്. സ്തോത്രം ചെയ്യുന്നു. മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്ത പ്രമാണമാണ് ന്യായപ്രമാണം. അംഗീകരിക്കാൻ പറ്റുന്ന പ്രമാണങ്ങളുണ്ട്. പല കാര്യങ്ങളും മനുഷ്യന് അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മനുഷ്യനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നായിരുന്നു പഴയ നിയമത്തിൽ വ്യക്തമായി പറയുന്നത്. അതുകൊണ്ട് മനുഷ്യനത് അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട്, അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് സ്വത്രം ആ ന്യായപ്രമാണം, ഒന്നുകൂടി പറഞ്ഞാൽ മരണമാകുന്ന ന്യായപ്രമാണം, മരണത്തിൻ്റെ പ്രമാണമായ ന്യായപ്രമാണം മനുഷ്യന് അംഗീകരിക്കുവാനായിട്ട് പ്രയാസകരമായി തോന്നിയെന്ന് വേദപുസ്തകത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കേ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം പറയാം. ഒരു പാലത്തിൻ്റെ അക്കരെ നിൽക്കുന്ന ആൾക്ക് അക്കരെ വിട്ടെങ്കിൽ മാത്രമേ ഇക്കരെ എത്തുവാനായിട്ട് പറ്റുകയില്ല. ഇതുപോലെ മതം പറയുന്ന പ്രമാണങ്ങൾ ഒരു മനുഷ്യന് വിട്ടെങ്കിൽ മാത്രമേ, എന്നോട് സഹകരിക്കുന്നുണ്ടോ? മതം പറയുന്ന പ്രമാണങ്ങൾ ഒരു മനുഷ്യൻ വിട്ടെങ്കിൽ മാത്രമേ മനുഷ്യന് അക്കരെ എത്താനായിട്ട് പറ്റുകയുള്ളൂ. ഉദാഹരണം ഒന്നുകൂടി പറയാം. ദുബായിൽ പോകുവാനായിട്ട് 2 വഴി നമ്മുടെ മുമ്പിലുണ്ടല്ലേ? നീന്തൽ അറിയാവുന്ന ഒരു നീന്തൽ വിദഗ്ധന് കൊച്ചി കായലിൽ ചെന്ന് എടുത്ത് ചാടിയിട്ട് വേണമെങ്കിൽ അവന് ദുബായിലേക്ക് പോകാം, അല്ലേ? നീന്തൽ അറിയാവുന്ന ഒരു നീന്തൽ വിദഗ്ധന് വേണമെങ്കിൽ ഒരു കൊച്ചി കായലിൽ ചാടി അവന് ദുബായിലേക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ അത് അസാധ്യമായല്ലേ? അത് സാധിക്കുന്ന കാര്യമല്ല. നീന്തൽ അറിയാവുന്നത് കൊണ്ടും ഒരിക്കലും അവന് ദുബൈയിൽ അല്ലെങ്കിൽ UAE-യിലേക്ക് അവന് പോകുവാനായിട്ട് പറ്റുകയില്ല. എന്നാൽ സ്തോത്രം ചെയ്യുന്നു, രണ്ടാമതൊരു മാർഗമുണ്ട്. എന്താണെന്നറിയാമോ? അതായത് വിസയും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വിസയും പാസ്പോർട്ടും ഉണ്ടെങ്കിൽ പ്ലെയിനകത്ത് കയറി കഴിഞ്ഞാൽ ആ പ്ലെയിൻ നേരെ പൊക്കിയെടുത്ത് ദുബായിൽ കൊണ്ടുവയ്ക്കും, അല്ലേ? നിർത്തും നമ്മളെ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നതിന് അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു, അതെ, വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണം ആകുന്ന മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതത്തിൽ കൂടി മനുഷ്യന് രക്ഷ കിട്ടുന്നത് പ്രയാസകരമായ കാര്യമാണ്. വേദപുസ്തകത്തിൽ പറയുന്നത് ന്യായപ്രമാണം മരണത്തിൻ്റെ പ്രമാണമാണ്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ മരണത്തിൻ്റെ പ്രമാണം അത് അനുസരിച്ച് മുന്നോട്ട് പോയാൽ മനുഷ്യന് രക്ഷ കിട്ടുകയില്ല എന്ന് വേദപുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്നു. അരുത്, ചെയ്യരുത്. പക്ഷെ അത് മനുഷ്യൻ എന്തായി മാറി? പ്രയാസകരമായി. വേദപുസ്തകത്തിൽ 1-2 തെളിവുകൾ കൂടി ഞാൻ കടന്നു വരുവാൻ താല്പര്യപ്പെടുന്നു. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ മരണത്തിന്റെ പ്രമാണമായ ന്യായപ്രമാണം വിട്ട ഒരു സഹോദരിയെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ താൻ രക്ഷപ്പെടുമെന്നു പറഞ്ഞു. പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവളുടെ രക്തസ്രാവം നിന്നു. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മരണത്തിൻ്റെ പ്രമാണം അരുത്, ചെയ്യരുത്. പഴയ നിയമത്തിൽ ഒരു കുഷ്ഠരോഗി പാളയത്തിന് പുറത്താണ്, അവന് പുറത്തിറങ്ങാൻ പറ്റുകയില്ല. അത് മരണത്തിൻ്റെ പ്രമാണമാണ്, അല്ലേ? എന്നോട് സഹകരിക്കുന്നുണ്ടോ? അത് മരണത്തിൻ്റെ പ്രമാണമാണ്. പഴയ നിയമത്തിൽ രക്തസ്രാവം എന്ന ഒരു സ്ത്രീയെക്കുറിച്ച് അറിയാം. യേശു കർത്താവ് ഏറ്റവും കൂടുതൽ തെരുവ് സുവിശേഷീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുത്തത്, അത്ഭുതങ്ങളെക്കാളും അടയാളങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ തെരുവ് സുവിശേഷീകരണത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു യേശു കർത്താവ് എന്നുള്ള കാര്യം വേദപുസ്തകം പഠിക്കുന്നവർക്കറിയാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമുക്കറിയാം ഈ 12 വർഷം രക്തസ്രാവം വന്ന സ്ത്രീ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ഭാവനെ കണ്ടു നോക്കിക്കേ. ന്യായപ്രമാണ പ്രകാരം അവൾ ആചരിക്കുന്ന മതപരമായ പ്രമാണമനുസരിച്ച് അവൾക്ക് പുറത്തിറങ്ങുവാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അവൾക്ക് പുറത്തിറങ്ങാൻ പറ്റുകയില്ല.
സ്തോത്രം ചെയ്യുന്നു. അവൾ ധരിക്കുന്ന വസ്ത്രം, പിന്നെ അതായത് അവൾ ധരിക്കുന്ന വസ്ത്രം, അവളുടെ പുതപ്പ്, മാത്രമല്ല അവൾക്ക് ആഹാരം കൊടുക്കുന്നത്, അവൾ ഏതെങ്കിലും വീട്ടിൽ പാർത്തു കഴിഞ്ഞാൽ അവൾക്ക് ആഹാരം കൊടുക്കുന്നത് കൈ തൊടാതെ, സ്തോത്രം ചെയ്യുന്നു, ജനാല വഴിയിൽ കൂടി എന്ത് ചെയ്യും, അവൾക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കും. അത് മാത്രമല്ല തോറ പാരായണം ചെയ്യുവാനായിട്ട് അവൾക്ക് പറ്റുകയില്ല. സ്തോത്രം ചെയ്യുന്നു. അവൾ സമൂഹത്തിൽ വരാൻ പറ്റാത്തൊരു സ്ത്രീ ആയിരുന്നു. യാഗമർപ്പിക്കുവാൻ, ദൈവാലയത്തിലേക്ക് വരുവാനോ യാഗമർപ്പിക്കുവാനോ ആ സ്ത്രീക്ക് കഴിയുകയില്ല. കാരണം എന്താ പറഞ്ഞാട്ട് സഹകരിക്കുന്നുണ്ടോ? അവളുടെ പ്രമാണം അവളെ എന്ത് ചെയ്തിരുന്നു പ്രിയപ്പെട്ടവരെ? വിലക്ക് കൽപ്പിച്ചു, അല്ലേ? പുറത്തിറങ്ങാൻ പാടില്ല. സ്തോത്രം ചെയ്യുന്നു. അവളുടെ സഹോദരന്മാർ, അല്ലെങ്കിൽ അവളുടെ ഭർത്താവ് ഉണ്ടെങ്കിൽ അവളുടെ ഭർത്താവോ അവളുടെ പേരൻസോ അല്ലെങ്കിൽ അവളുടെ സഹോദരന്മാരോ അവളെ തൊടാനായിട്ട് പറ്റുകയില്ല. സ്തോത്രം ചെയ്യുന്നു. ഇരുളടഞ്ഞ റൂമിനകത്ത് ഇരുട്ടിന്റെ അവസ്ഥയിൽ അതായത് അവളുടെ പ്രമാണം അവളെ എന്ത് ചെയ്തു? സകലതും വിലക്കി. അവളുടെ പ്രമാണം വീട്ടിനകത്ത് അവളെ ഒതുക്കിയ ആ സന്ദർഭത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന കാൽനടയായി പോകുന്ന സന്ദർഭത്തിൽ സ്തോത്രം ചെയ്യുന്നു, ഇവളുടെ വീടിന്റെ അരികിൽ കൂടിയാണ് യേശു കർത്താവ് വന്നത്. അവൾ മുമ്പേ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലിൽ ഒരു പ്രവാചകനുണ്ടെന്നും അവൻ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്നവനാണെന്നും അവൻ കുരുടന്റെ സൗഖ്യമാക്കുന്നവനും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമാണെന്ന് അവൾ നാളുകൾക്ക് മുമ്പേ അവരുടെ കർണപുടങ്ങളിൽ ആ ശബ്ദം കേട്ടിട്ടുണ്ട്. ആ നസ്രേനെ ഒന്ന് കാണണമെന്നും ആ നസ്രേന്റെ പാതാരവിന്ദത്തിലേക്ക് ഒന്ന് നമസ്കരിക്കണമെന്നും ഒന്ന് വീണ് എൻ്റെ കഷ്ടത ഒന്ന് അറിയിക്കണമെന്നും എൻ്റെ വേദന ഒന്ന് അറിയിക്കണമെന്ന് അവൾ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച എത്രയോ ദിനരാത്രങ്ങൾ അവൾ മുമ്പിൽ കഴിഞ്ഞുപോയി. സ്തോത്രം ചെയ്യുന്നു. അതായത് ഇസ്രായേൽ ഒരു നാമമുണ്ട്, ഇസ്രായേൽ ഒരു പ്രവാചകനുണ്ട്. അതുകൊണ്ട് ആ പ്രവാചകനെ കാണുവാനായിട്ട് അവൾ പലപ്പോഴും ആഗ്രഹിച്ചു. അവളുടെ കഷ്ടത എന്ത് ചെയ്യണം? യേശുവിനോട് പറയണം. പ്രിയരെ, ആ സന്ദർഭത്തിലാണ് യേശു കർത്താവ് യായിറോസിൻ്റെ ഭവനത്തിൽ പോകുന്ന ആ വഴിയിൽ, ഇവരുടെ ഭവനത്തിൽ കൂടി വേണം യായിറോസിൻ്റെ ഭവനത്തിലേക്ക് അത് യേശുവിന് എത്തുവാനായിട്ട്. ആ സന്ദർഭത്തിലാണ് അവിടെ കർണപുടങ്ങളിൽ ആരവാരം, ആ ശബ്ദം കേട്ടത്. എന്താ? അതായത് ഞാൻ ഒരിക്കലായിട്ട് 12 സംവത്സരം രക്തസ്രാവം വന്ന സ്ത്രീയാണെങ്കിലും അവളുടെ വിശ്വാസത്തിൻ്റെ തിരി കെട്ടുപോയില്ല പ്രിയപ്പെട്ടവരെ. അവൾക്ക് നിരാശപ്പെടുന്നതിന് മുമ്പായി അവൾക്ക് വിശ്വാസത്തിൻ്റെ തിരി കെട്ടുപോകാതെ, അണഞ്ഞു പോകാതെ സ്തോത്രം ചെയ്യുന്നു. അവൾ പ്രത്യാശയോടുകൂടി കാത്തിരുന്നു. ആ സന്ദർഭത്തിലാണ് ആ സമയം വന്നു ചേർന്നത്. ദാണ്ടേ നിങ്ങൾ നോക്കിക്കേട്ട് സ്തോത്രം, യേശു കർത്താവ് യായിറോസിന്റെ ഭവനത്തിലേക്ക് പോകുന്ന ആ സന്ദർഭത്തിൽ ഈ സഹോദരിയുടെ ഭവനത്തിന്റെ അരികിൽ കൂടിയാണ് യായിറോസിന്റെ ഭവനത്തിൽ പോകുന്നത്. സ്തോത്രം ചെയ്യുന്നു. അവൾ എന്ത് ചെയ്യുന്നറിയാമോ പ്രിയരെ? നിങ്ങളുടെ ഭാവനെ കണ്ടു നോക്കിയിട്ട് അവൾ എന്ത് ചെയ്തു? ആരും അറിയാതെ തല മൂടപ്പെട്ടവളായി. സ്തോത്രം. തല മൂടപ്പെട്ടവളായി, അല്ലെങ്കിൽ മൂടുപടം കൊണ്ട് തല മൂടിയിട്ട് ആരും അറിയാതെ. ആരും അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ, മതപുരോഹിതന്മാർ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മതപുരോഹിതന്മാർ വിലക്ക് കേൾപ്പിച്ചിരിക്കുന്നു. കല്ലറിയും, അശുദ്ധ എന്ന് എന്ത് ചെയ്യും? വിളിച്ചു പറയും. അവർക്ക് രക്തസ്രാവമാണ്, ബ്ലീഡിങ്ങിന് അത് അസുഖമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ആരും അറിയാതെ മുഖം മൂടപ്പെട്ടവളായി, അതായത് സ്തോത്രം ചെയ്യുന്നു. ആരും അറിയാതെ എന്ത് ചെയ്തു? കല്ലെറിയാത്ത നിലയിൽ അവൾ എന്ത് ചെയ്തു? യേശുവിൻ്റെ വസ്ത്രത്തില് അവള് തൊട്ടു. നിങ്ങൾ എന്നോടുണ്ടെന്ന് വിശ്വസിക്കുന്നു. യേശുവിന്റെ വസ്ത്രത്തിൽ എന്ത് ചെയ്തു? അവള് തൊട്ടു. സ്തോത്രം ചെയ്യുന്നു. വസ്ത്രത്തിൽ തൊട്ടപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ പ്രിയരെ? സ്തോത്രം ചെയ്യുന്നു. ഒരു ശക്തി യേശുവിൽ നിന്നും അവളെ ബോഡിയിലേക്ക്, ശരീരത്തിലേക്ക് ശക്തിയോടെ കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുവാനിടയായിത്തീരുന്നു. സ്തോത്രം. യേശു പറഞ്ഞു, എന്നെ തൊട്ടതാര്? സ്തോത്രം ചെയ്യുന്നു. ശിഷ്യന്മാർ പറഞ്ഞു, അതേ പുരുഷാരം തിക്കിത്തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ തൊട്ടതാരെന്ന് നീ ചോദിക്കുന്നത് എന്ത്? പത്രോസ് തൊട്ടിട്ടുണ്ട്, യോഹന്നാൻ തൊട്ടിട്ടുണ്ട്, യാക്കോബ് തൊട്ടിട്ടു, അത് തൊട്ട് കാണാൻ സാധ്യതയുണ്ട്. അന്ത്രയോസ് തൊട്ട് കാണാൻ സാധ്യതയുണ്ട്. പലരും സൗഖ്യത്തിന് വേണ്ടി തൊട്ട് കാണാൻ സാധ്യതയുണ്ട്. പലരും ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി തൊട്ട് കാണാൻ സാധ്യതയുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഈ സ്ത്രീ തൊട്ടത് അവളുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ മക്കളെ, ഭൗതികത്തിന് വേണ്ടിയിട്ടല്ല യേശുവിനെ കാണേണ്ടത്. ജീസസ്. സ്തോത്രം ചെയ്യുന്നു. പലരും അവരുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി തൊട്ടപ്പോൾ യേശുവിനെ തൊട്ടത് അവളുടെ ഭൗതിക ആവശ്യത്തിനല്ല, പ്രത്യുത അവളുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് യേശുവിനെ അവൾ എന്ത് ചെയ്തത്? തൊട്ടത്. നിങ്ങൾ ശ്രദ്ധിച്ചേ, ദൈവത്തിന് സ്തോത്രം. ഒത്തിരി വൈദ്യന്മാര് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, അല്ലേ?
ഈ ലോകത്തിൻ്റെ വൈദ്യൻ്റെ അടുത്ത് ചെന്നാൽ നിങ്ങൾക്കറിയാം, ഈ ലോകത്തിൻ്റെ വൈദ്യൻ പറയും സമയമില്ലെങ്കിൽ പറയും നാളെ വാ എന്ന് പറയും. ബുക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഈ ലോകത്തിലെ ഡോക്ടർമാരെ കാണാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ ഈ വൈദ്യൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ബുക്ക് ചെയ്യേണ്ട. സ്തോത്രം പറഞ്ഞേ, എന്നോട് സഹകരിക്കുന്നുണ്ടോ? സ്തോത്രം. ഈ ലോകത്തിൻ്റെ വൈദ്യൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അതായത് എന്തെങ്കിലും ഒടുവോ ചതവോ ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കാൻ പറയും, സ്കാൻ ചെയ്യാൻ പറയും. പക്ഷെ ഈ വൈദ്യൻ്റെ അടുത്ത് വന്നാൽ എക്സ്റേ എടുക്കണ്ട, സ്കാൻ ചെയ്യണ്ട. എന്താ കാരണം എന്നറിയാമോ? സമൂഹത്തിൻ്റെ അതിർവരമ്പുകളെ ലംഘിച്ച സമരിയക്കാരി സ്ത്രീയെ ഒറ്റ നോട്ടത്തില് സ്തോത്രം വിവേചിച്ചവനാണ്, ഉള്ളറിഞ്ഞവനാണ് ഈ ദൈവം. സ്തോത്രം. ഏത് സ്കാനിങ്ങിനേക്കായും അകത്തളത്തെ നന്നായിട്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ് നസ്രേത്തുകാരൻ. സ്തോത്രം ചെയ്യുന്നു. ഇസ്രായേലൊരു പ്രവാചകനെന്ന് മനസ്സിലാക്കിയിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങല് തൊട്ടു. നിങ്ങൾ ശ്രദ്ധിച്ചേ, തൊങ്ങല് തൊട്ടോ. തൊങ്ങലിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ന്യായപ്രമാണ പ്രകാരം നിങ്ങൾക്കറിയാം, യഹൂദന്മാരുടെ പുരോഹിതന്മാരുടെ വസ്ത്രത്തിൻ്റെ 4 ഭാഗത്തും തൊങ്ങൽ ധരിക്കുന്നതായിട്ട് വേദപുസ്തക ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. എന്തിനാ തൊങ്ങൽ ധരിക്കുന്നതെന്ന് അറിയാമോ? അതായത് ഒരു യഹൂദൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തായിരുന്നാലും യെരുശലേമിന്റെ നേരെ നോക്കിയിട്ട് ആ തൊങ്ങലുകൾ പിടിച്ചുകൊണ്ട് അവന്റെ ഭാരമേറിയ വിഷയത്തിന് വേണ്ടിയിട്ട് ഒരു യഹൂദൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഒന്ന്. രണ്ടാമതായിട്ട് തൊങ്ങൽ ധരിക്കുന്നത് വേദപുസ്തക ചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, അതായത് ഞങ്ങൾ ന്യായപ്രമാണം അംഗീകരിക്കുന്നവരാണ്, അനുസരിക്കുന്നവരാണ്, അതും പ്രകാരം ജീവിക്കുന്നവരാണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം വസ്ത്രത്തിൻ്റെ 4 ഭാഗത്തും തൊങ്ങൽ ധരിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, സ്തോത്രം ചെയ്യുന്നു, അവരെല്ലാം കപടഭക്തിയിൽ ഒതുങ്ങുമ്പോൾ, അതായത് അവർ തെരുക്കോണുകളിലും പല സ്ഥലങ്ങളിലും ഇരുന്ന് അവർ പരസ്യമായിട്ട് പ്രാർത്ഥിക്കുകയും കപടഭക്തിയെ പോലെ ആയിരിക്കുമ്പോൾ സ്തോത്രം യേശു അങ്ങനല്ല. അതായത് സാക്ഷാൽ വചനമായവൻ തൊങ്ങൽ വചനത്തെ കുറിക്കുമ്പോൾ സാക്ഷാൽ വചനമായവൻ സ്തോത്രം ചെയ്യുന്നു, തൊങ്ങൽ ധരിക്കുവാൻ യോഗ്യനായവൻ സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ നസ്രേനായ അല്ലെങ്കിൽ നമ്മുടെ മശിഹ തമ്പുരാനാണ് പ്രിയരെ. അതുകൊണ്ടാണ് തൊങ്ങലിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് യേശുവിൻ്റെ തൊങ്ങൽ ആര് തൊട്ടത്? ആ സ്ത്രീ തൊട്ടത്. സ്തോത്രം. തൊങ്ങൽ തൊട്ടത് കൊണ്ട് പിന്നീട് ഒരു മിനിസ്ട്രി ഒന്നും ആക്കി മാറ്റിയില്ല. ഇന്നത്തെ പോലെ കവണ മിനിസ്ട്രി എന്നും കല്ല് മിനിസ്ട്രി എന്നും ഷർത്തീരെന്നും അതായത് തള്ളിയുടെ മിനിസ്ട്രി ഒന്നും അവരാക്കി മാറ്റിയില്ല. സ്തോത്രം ചെയ്യുന്നു. അന്ന് അത് വചനം അനുസരിക്കുന്നതിന് തെളിവായിട്ടായിരുന്നു തൊങ്ങൽ. എന്നാൽ ഇവൾ സാക്ഷാൽ വചനമായവൻ ഇവൾ തൊട്ടപ്പോൾ ആ വചനമായവരിൽ നിന്നും ശക്തി പുറപ്പെട്ടു. സ്തോത്രം. ശക്തി പുറപ്പെട്ട തല മൂടപ്പെട്ടവളായിട്ട് അവൾ കടന്നു വന്നവൾ. സ്തോത്രം. അതെ, ആരാ എന്നെ തൊട്ടതെന്ന് പറഞ്ഞപ്പോൾ അവൾ വിറച്ചും കൊണ്ട് അവൻ്റെ പാതാരവിന്ദത്തിലേക്ക് വീണുകൊണ്ട് പറഞ്ഞു, ഞാനാണെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം ചെയ്യുന്നു, യേശു പറഞ്ഞു, സ്തോത്രം, പൊയ്ക്കൊള്ളുക, സ്തോത്രം ചെയ്യുന്നു, നീ പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു അവളെ സൗഖ്യത്തോടെ അയച്ചു. പ്രിയപ്പെട്ടവരെ, എന്താ അവിടെ പറയുന്നത്? തല മൂടപ്പെട്ടവളായിട്ട് മറയപ്പെട്ടവളായിട്ട് അവൾ കടന്നു വന്നെങ്കിൽ സ്തോത്രം ചെയ്യുന്നു, ഇപ്പോൾ അവൾ തല മൂടപ്പെട്ടവളായിട്ടല്ല തിരിച്ചു പോകുന്നത്. അവളുടെ പ്രമാണം അവളെ വിലക്കി പുറത്തിറങ്ങാൻ പാടില്ല. ഇന്ന് രാത്രി നിന്റെ പ്രമാണം നിനക്ക് സൗഖ്യം തരുന്നില്ലെങ്കിൽ, നിനക്ക് സമാധാനം തരുന്നില്ലെങ്കിൽ, ആ പ്രമാണത്തെ നീ വിട്ട്. കരമടിച്ച് എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ പറ്റുക? ആ കരം തട്ടി ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താൻ ഒരുമിച്ച് ദൈവമക്കളാണെന്ന് അവിടെ ഭൂരിപക്ഷമായിട്ടിരിക്കുന്നത്. യെസ്, ആ കരം തട്ടി ശക്തിയോടെ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. ദൈവാത്മാവ് ചിലരോട് ഇടപെടുക ശക്തമായി. ഇവിടെ വന്നിരിക്കുന്നവരോട് ദൈവാത്മാവ് ഇടപെടുന്നുണ്ട്. തല മൂടപ്പെട്ടവരായി പുറത്തിറങ്ങുവാൻ കഴിയാതെ വെറുക്കപ്പെട്ടവരായി സ്വസ്ഥത നഷ്ടപ്പെട്ടവരായിട്ട് ഇന്ന് രാത്രി ഇതിനകത്ത് ആരെങ്കിലും ആയിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നോട് ശക്തമായി പറയട്ടെ, ഇനി നീ തല മൂടപ്പെട്ടവരായിട്ടല്ല, തല ഉയർത്തപ്പെട്ടവരായി. നന്നായിട്ട് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. ഈ ആരംഭ നിമിഷം ദൈവാത്മാവിന് വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ. മുൻവിധിയോട് ഇവിടെ ആരും ഇരിക്കരുത്. യെസ്, ചൂടാറബ ശംധര ദവറബലബ. ആ കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കുക. യെസ് യെസ് യെസ്. ചൂടബ ശംധര ബൗഡബലഗടയ. യെസ് യെസ്. യേശുവിന്റെ നാമത്തിൽ അവരുടെ പ്രമാണങ്ങൾ അവളെ വിലക്കി, അവരുടെ മതം അവളെ വിലക്കി. ന്യായപ്രമാണം മരണത്തിന്റെ പ്രമാണമായിരുന്നു.
എന്നാൽ ഇന്ന് രാത്രി പറയട്ടെ, തല മൂടപ്പെട്ടവളായി അവൾ കടന്നു വന്നെങ്കിൽ അവൻ ഇപ്പൊ തല ഉയർത്തപ്പെട്ടവളായി അവൻ ജയത്തോടെ സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോയെങ്കിൽ ഈ കൺവെൻഷന്റെ പ്രാരംഭ ദിവസം പരിശുദ്ധാത്മാവ് ശക്തമായി പറയുക. ശക്തമായി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് ചിലക്കെന്ന് രാത്രി വിടുതലായി തീരട്ടെ. ചിലക്കെന്ന് രാത്രി വിടുതലായി തീരട്ടെ. ശക്തിയോടെ കരമടിച്ച് ശക്തിയോടെ കരമടിച്ച് ആരോടെ ദൈവാത്മാവ് ഇടപെടുന്നു ഇന്ന് രാത്രി? പരിശുദ്ധാത്മാവ് ചില വ്യക്തിയോട് ഇടപെടുന്നു. അവൻ തല മൂടപ്പെട്ടവരായി, കഴിഞ്ഞ ദിവസങ്ങൾ നിന്ദിക്കപ്പെട്ടവരായി, പരിഹാസപ്പെട്ടവരായി, പുറത്തിറങ്ങുവാൻ കഴിയാതെ കെട്ടപ്പെട്ട അവസ്ഥകളായി, ബന്ധിക്കപ്പെട്ടവരായിട്ട് ഇന്ന് രാത്രി ഓഡിറ്റോറിയത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ശക്തമായി വെളിപ്പാട് പറയട്ടെ. നിന്റെ ബന്ധനം അരിഞ്ഞ് തല ഉയർത്തപ്പെട്ടവരായി ശക്തിയോടെ ഇന്നലകളിൽ നീ കരഞ്ഞ വിഷയം, ഇന്നലെ രാത്രി നീ കരഞ്ഞ വിഷയം, കർത്താവേ എന്റെ വിഷയത്തിന് മറുപടി തരണമേ. എത്ര നാള് ഞാൻ ഈ ഭവനത്തിൽ ബന്ധിക്കപ്പെട്ടവരായി. ആരംഭ ദിവസം ദൈവാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. പ്രിയരെ കരമടിച്ച് ശക്തിയോടെ ഭയങ്കര ദൈവസാന്നിധ്യം ഇവിടെ വെളിപ്പെടുക. എന്നോട് ദൈവാത്മാ പറയും ചില ബന്ധനങ്ങൾ അഴിയുന്നു, ചില കെട്ടുകൾ അഴിയുന്നു. തല മൂടപ്പെട്ടവരായിട്ട് ഇന്ന് രാത്രി ചില ഇവിടെ വന്നിരിപ്പുണ്ട്. പുറത്തേക്ക് ഇറങ്ങുവാൻ കഴിയാതെ അവൻ ഭവനത്തിൽ ബന്ധിക്കപ്പെട്ട വിഷയങ്ങളുടെ ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയുവാനായിട്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ദൈവസാന്നിധ്യം വെളിപ്പെടട്ടെ. നമ്മുടെ സെന്റർ ഉണരട്ടെ. നമ്മുടെ സെന്ററിൽ ഇതുവരെ നടക്കാത്തൊരു ആത്മസാന്നിധ്യം വ്യാപരിക്കട്ടെ. നീ പുതിയ ശക്തി പ്രാപിച്ചു കടന്നു പോകട്ടെ. പുതിയ ദൈവകൃപ ഏറ്റെടുത്ത് കരമടിക്കേണ്ടവര് അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. പോരാ ശക്തിയോടെ. എനിക്കറിയത്തില്ല, ദൈവാത്മാവിന്റെ രാത്രി ഇടപെടുന്നു. ചില മരണത്തിന്റെ പ്രമാണങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ചില മരണഭീതികൾ അഴിഞ്ഞു മാറട്ടെ. ചില വീടുകളെ വിലാപ വീടാക്കി മാറ്റാൻ, ചില കുടുംബങ്ങളെ വിലാപമാക്കി മാറ്റാൻ, ചില വീടുകളെ മരണത്തിന്റെ വീടാക്കി മാറ്റാൻ പുറത്തേക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ ചില കുടുംബങ്ങളെ ബന്ധിച്ച ബന്ധനങ്ങൾ ഇന്ന് രാത്രി സ്വർഗം അഴിക്കുന്ന രാത്രിയാണ്. അത്ഭുതത്തിന്റെ രാത്രി. ഭയങ്കര ദൈവസാന്നിധ്യമാ. തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നവരെ, ഭാവിയെ കുറിച്ച് ഭാരപ്പെടുന്നവരെ, മരണത്തെ കുറിച്ച് ഭീതിയുള്ളവരെ, എനിക്കെന്തോ സംഭവിക്കുന്നു. 12 വർഷമായി, ചില ദീർഘവർഷമായി എന്നെ ബന്ധിച്ച ബന്ധനം, എന്നെ രോഗിയാക്കിയ ചില രോഗബന്ധനം ഇന്ന് രാത്രി അഴിഞ്ഞ. തലമുറയെ കുറിച്ച് ഭാരപ്പെടുന്നവര് ഇന്ന് രാത്രി നടുവിൽ കുഞ്ഞുങ്ങളെ നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചോ, നിങ്ങൾ ദൈവത്തെ ആരാധിച്ചോ. നമ്മുടെ സെൻട്രൽ ഒരു വലിയ ഉണർവ് ഇന്ന് രാത്രി തൊട്ട് നമ്പുരാൻ ആരംഭിച്ചിരിക്കുക. പരിശുദ്ധാത്മാവ് ചിലരോട് ശക്തമായിട്ട് ഇടപെടുകയാണ്. മരണത്തിന്റെ പ്രമാണമായ, മതങ്ങളുടെ പ്രമാണമായ, നിന്നെ വിലക്കുന്ന പ്രമാണമായ, നിന്നെ തടയുന്ന ചില പ്രമാണങ്ങൾ ഇന്ന് രാത്രി അഴിഞ്ഞ്
യെസ്. ഉദരവ ശംധര അർത്ഥര ദബരബലവ ഉടംധര ദബരബലവ അർത്ഥര ദബരബലവ ശംധര ഉടംധര ദബലവ ചുടംധര ദബലവ. മരണത്തിന്റെ പ്രമാണമായ ന്യായപ്രമാണം സ്തോത്രം ചെയ്യുന്നു. നിന്നെ വിലക്കുമ്പോൾ സ്തോത്രം. ഒറ്റ പാങ്കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ന്യായപ്രമാണം. ഹലോ, മരണത്തിന്റെ പ്രമാണത്തിൽ മനുഷ്യന് രക്ഷയില്ലെന്ന് കണ്ട സന്ദർഭത്തിൽ സ്തോത്രം, മനുഷ്യന്റെ മരണത്തിന്റെ പ്രമാണമായ ന്യായപ്രമാണം പൂർണ്ണമായി ചെയ്യുവാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കിയ ദൈവം പിന്നെ എന്ത് ചെയ്തു? എന്താ ചെയ്തത്? സ്തോത്രം. അതായത് താൻ എഴുതിയ, അല്ലെങ്കിൽ തൻ്റെ കൈവിരലുകൾ കൊണ്ട് എഴുതിയ, ചെയ്യരുത്, തൻ്റെ സ്വന്തം കൈവിരലുകൾ കൊണ്ട് എഴുതിയ ന്യായപ്രമാണം എന്ന ശത്രുത്വത്തെ, ഒന്നുകൂടി പറഞ്ഞാൽ ആമേ, മതമെന്ന ന്യായപ്രമാണത്തെ, മരണമെന്ന ന്യായപ്രമാണത്തെ ആമേ തൻ്റെ സ്വന്തം വിരലുകൾ കൊണ്ടെഴുതിയ, ആമേ കൈവിരലുകൾ കൊണ്ടെഴുതിയ ആ തമ്പുരാൻ ആ ന്യായപ്രമാണത്തെ മായ്ച്ചു. ഒരു സ്വത്രം പറയാൻ കഴിയുമോ? കൊലോസ്യ ലേഖനം 2:14 പറയുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലമായിരുന്ന കൈയെടുത്ത് മാച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നീക്കിക്കളഞ്ഞു. എങ്ങനെ? ആമേ സ്തോത്രം. ആമേ, മരണമാകുന്ന ന്യായപ്രമാണത്താൽ മനുഷ്യന് രക്ഷ കിട്ടുകയില്ലെന്ന് മനസ്സിലായ തമ്പുരാൻ എഴുതിയ ന്യായപ്രമാണം അവന്റെ ക്രൂശിനാൽ ഉള്ളുകൊണ്ടൊരു കിരീടം മടഞ്ഞ് അവന്റെ തലയിൽ വെച്ചു. യഹൂദന്മാരുടെ രാജാവേ, ജയ. ലോകത്തിൽ അനേകർക്ക് പ്രിയപ്പെട്ടവരെ, ലോകം ആമേ സ്തോത്രം ചെയ്യുന്നു, തങ്കക്കിരീടം കൊടുത്തപ്പോൾ യേശുവിന് കൊടുത്തത് മുൾക്കിരീടമാണ്. ആമേ, ന്യായപ്രമാണ ശാസ്ത്രിമാരും പരീക്ഷന്മാരും ആമേ യേശു കർത്താവിന് ആമേ വലം കയ്യിൽ കോലും കൊടുത്തു. ലോകത്തിൽ പലർക്കും ആമേ സ്തോത്രം ലോകം അത് ചെങ്കോല് കൊടുത്തപ്പോൾ എൻ്റെ തമ്പുരാണ് ലോകം കൊടുത്തത് വെറും കോലാണ്. യഹൂദന്മാരുടെ രാജാവേ, ജയ. ആമേ, പരിഹാസത്തോടും ആമേ നിന്നയോടും കൂടി ശത്രുക്കൾ അവന്റെ മുമ്പിൽ പരിഹാസത്തോട് ആമേ ജയ എന്ന് പറഞ്ഞപ്പോൾ ആമേ സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം രാത്രി നമുക്ക് പറയുവാനുണ്ട്, ജയത്തോടെ അവനെ പാടി ദൈവത്തെ സ്തുതിക്കുന്നു. ആമേ, അവന്റെ മുമ്പിൽ മുട്ടുകുത്തി. ആമേ, ലോകത്തിൽ പലരും ആമേ പ്രിയപ്പെട്ടവരെ ആമേ സ്തോത്രം ചെയ്യുന്ന മഹാന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ പരിഹാസത്തോടെ എൻ്റെ യേശു തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തി. ആംഗ്ലേയ സാഹിത്യകാരനായ ചാൾസ് ലാം ഒരിക്കൽ തൻ്റെ സ്നേഹിതന്മാരുമായിട്ട് റൂമിലിരിക്കുന്ന ആ സന്ദർഭത്തിൽ താൻ സ്നേഹിതന്മാരോട് ഇങ്ങനെ ചോദിച്ചു, ഭൂതകാലത്തിലെ മഹാന്മാര് റൂമിലേക്ക് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളെല്ലാവരും എഴുന്നേറ്റ് നമസ്കരിക്കുമെന്ന് പറഞ്ഞു. ചാൾസ് ലാം ചോദിച്ചു, യേശു തമ്പുരാൻ ഈ റൂമിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ എഴുന്നേറ്റ് നമസ്കരിക്കുമെന്ന് പറഞ്ഞു. ന്യായപ്രമാണ ശാസ്ത്രിമാരും പരീക്ഷന്മാരും അവൻ്റെ മുമ്പിൽ പരിഹാസത്തോടെ മുട്ടുകുത്തിയപ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? അന്നവർ പരിഹാസത്തോടെയും പരീക്ഷന്മാരും ന്യായപ്രമാണ ശാസ്ത്രിമാരെ മുട്ടുകുത്തിയെങ്കിൽ അവരെല്ലാം പ്രിയപ്പെട്ടവരെ ഭൂലോകരുടെയും അധോലോകരുടെയും സകലരുടെയും മുഴങ്കാൽ അവന്റെ മുമ്പിൽ മടങ്ങി യേശു കർത്താവെന്ന് ഏറ്റുപറയും. സ്തോത്രം ചെയ്യുന്നു. ഗതസമന മുതൽ അതേ പ്രിയപ്പെട്ടവരെ ഗോൽഗോഥ വരയിൽ അവന്റെ രക്തം വീണു വിയർപ്പ് തുള്ളികളായിട്ട് മാറി. രണ്ട് കള്ളന്മാരുടെ നടുവിൽ സ്തോത്രം ചെയ്യുന്നു അവൻ ക്രൂശിക്കപ്പെട്ടവനായിട്ട്. പ്രിയരെ, സ്തോത്രം ചെയ്യുന്ന എന്താ സംഭവിച്ചത്? ചാട്ടവാറുകൾ അടിക്കപ്പെട്ടവനായി, ഉടവുചാരുകൾ അടിക്കപ്പെട്ടവനായി, ചാട്ടവാറിന്റെ അറ്റത്ത് ഈയത്തിന്റെയും എല്ലിന്റെ കഷ്ണങ്ങൾ കടിപ്പിച്ച് അവന്റെ ശരീരം ഉടവുചാരുകൾ അടിക്കുന്നടിയിൽ അവന്റെ മാംസങ്ങള് ചാട്ടവാറിനറ്റത്ത് പറഞ്ഞു വരിക. ഉടവുചാരുകൾ അടിക്കപ്പെട്ടവനായി, ചാട്ടവാറിനാൽ അടിക്കപ്പെട്ടവനായി, കണ്ട ആളല്ല എന്ന് തോന്നുമാറ് അത് ആയിരങ്ങൾ 10,000 സുന്ദരനായവന് ഗോൽഗോഥാ മതയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ ഏലി ഏലി ലമ്മ ശതത്താനി എന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടതെന്ന് ഉറക്ക നിലവിളിച്ചുകൊണ്ട് സകലത് നിവൃത്തിയായി ന്യായപ്രമാണമെന്ന ശത്രുത്വത്തെ അവന്റെ രക്തത്താൽ അവൻ മായ്ച്ച് നമുക്കൊരു പുതിയ പ്രമാണം തന്നു. അതാണ് പുതിയ പ്രമാണമായ യേശുവിന്റെ പ്രമാണം, അവന്റെ രക്തത്തിന്റെ പ്രമാണം. ഒരു നിമിഷം അതത് സ്ഥാനത്ത് എഴുന്നേറ്റിരിക്കാം. ജീസസ്, അവന്റെ രക്തത്തിന്റെ പ്രമാണം, പുതിയ നിയമം. രക്ഷ യേശുവിൽ കൂടി മാത്രം. നാളെ രക്ഷിക്കപ്പെടാം എന്ന് പറഞ്ഞാൽ കഴിയുകയില്ല. ഇതാകുന്ന സുപ്രസാദകാലം, ഇന്നാകുന്ന രക്ഷാദിവസം. മതത്തിന്റെ പ്രമാണങ്ങളിൽ മനുഷ്യന്
രക്ഷ കിട്ടുകയില്ല. ന്യായപ്രമാണമെന്ന ശത്രുത്വത്തെ അവന്റെ രക്തത്താൽ മായ്ച്ചു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം തന്ന ദൈവമേ, ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് ജീസസ് ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന ചില തടസ്സങ്ങളെ നീക്കുവാൻ ആ ക്രൂശിനെ നോക്കി നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളടച്ച് ഇന്ന് രാത്രി നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഗായക സംഘം പാടുന്ന സമയത്ത് എനിക്ക് വേണ്ടി ഇന്ന് രാത്രി പ്രാർത്ഥിക്കണം. എൻ്റെ ക്രൂശിലേക്ക് ഞാൻ നോക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി പിടിക്കാമോ?